സംബന്ധിക്കുന്ന സകല സഹോദരി സഹോദരങ്ങളെ, കർത്തൃദാസന്മാരെ, കർത്താവെ സകലവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനകൾ നയിക്കുന്നതിന്റെ മക്കൾക്ക് സ്തോത്രം. ആത്മാവിന്റെ സാന്നിധ്യം ആരാധനയിലൂടെ സകലിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. ഇതിന്റെ കണക്ഷൻ എല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിന്നെ നെറ്റ് സിസ്റ്റങ്ങള് അതിന്റെ മീഡിയയിലൂടെ വ്യാപിക്കും. എല്ലാ കർത്താവെ അനുഭവങ്ങളും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഒന്നൊരു തടസ്സമുണ്ടാകരുത് കർത്താവെ. ഞങ്ങൾക്കല്ല പോയെ, ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഈ ദൈവോധന പഠന പരമ്പര ഈ ആഴ്ച നടത്തപ്പെടുമ്പോൾ സ്വർഗപിതാവിന്റെ അനുഗ്രഹത്തിനായി ദൈവകരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സഭയായി ഭവനമായി ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. എല്ലാ മഹത്വവും എടുക്കും. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനിതയും മക്കൾക്കും ദേവദാസിദാസന്മാർക്കും വീണ്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയില് ഇതിൽ ആക്റ്റീവായിട്ട് ഈ മീറ്റിംഗില് നമ്മുടെ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സന്തോഷത്തോടെ നമ്മുടെ ഭവനങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ ആരാധനയില് പാടി ഒരുമിച്ച് ദൈവിക സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. തുടർന്ന് നമ്മുടെ ഈ ആരാധനകൾ നേതൃത്വം നൽകുന്നത് രാജൻ തോമസ് ആൻഡ് സോണിയ സിസ്റ്ററാണ്. ഫാമിലി ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും വരും ദിവസങ്ങളിലും പരിശുദ്ധ ആത്മാവിന്റെ നിറവില് ആരാധന നയിക്കാൻ പ്രിയ സഹോദരങ്ങളെ കർത്താവ് ശക്തരാക്കട്ടെ. അതോടൊപ്പം തന്നെ നമുക്കും ചേർന്ന് ദൈവത്തെ പാടി ആരാധിക്കാം. തുടർന്ന് നമുക്ക് ആരാധനയിലേക്ക് കടക്കാം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ബൈബിൾ സ്റ്റഡീന്റെ ആദ്യത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിച്ചു. വചനം പഠിപ്പിക്കുവാൻ വന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ റിജി മാത്യു അവരുകൾ, ഞങ്ങളുടെ ദൈവസഭേന്റെ ദൈവദാസൻ പാസ്റ്റർ ജെയിംസ് മാത്യു അവരുകൾ, ജെയിംസ് എബ്രഹാം അവരുകൾ, എല്ലാ ദൈവദാസന്മാരും എല്ലാ സഹോദരി സഹോദരന്മാരും കുഞ്ഞുങ്ങൾക്കും ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. സങ്കീർത്തനം 121 പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ നമ്മളെ വേദനകള്, നമ്മളെ വിഷമങ്ങള്, ഭാരങ്ങള്, പ്രയാസങ്ങള് എല്ലാം അറിയുന്ന ആ ദൈവത്തിനെ ഒന്ന് നമുക്ക് പാടി ആരാധിക്കാം, സ്തുതി കൊടുക്കാം, ആരാധന കൊടുക്കാം, ബഹുമാനം കൊടുക്കാം. അടിയങ്ങൾ ഇവിടെ പാട്ടുകൾ പാടുമ്പോൾ ദൈവജനം ഞങ്ങളോട് കൂടെ ചേർന്ന് പാടാൻ വേണ്ടി അപേക്ഷിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവനാമം മഹത്വപ്പെടുത്താം. ആമേൻ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ
ഇന്ന് രാത്രിയില് വിശേഷമായി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഫസ്റ്റ് അസംബ്ലി ഓഫ് ഗോഡ് ചർച്ച് കുവൈറ്റിന്റെ നേതൃത്വത്തില് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെയും നടത്തപ്പെടുന്ന ദൈവവചന പഠന പരമ്പരയുടെ ആരംഭ ദിവസത്തിൽ കടന്നു വന്ന ബഹുമാനരും ആദരണീയമായിരിക്കുന്ന കർത്തൃഭൃത്യന്മാർ, സഹോദരി സഹോദരങ്ങള്, മാതാപിതാക്കള്, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കും. ഈ കാലഘട്ടത്തിന്റെ വളരെ പ്രസക്തമാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. അല്ലാത്തൊരു കോവിഡിന്റെ പ്രതിസന്ധികൾ നിറഞ്ഞ വല്ലായ്മയുടെ ഈ കാലയളവില് പരിശുദ്ധാത്മാവ് തന്റെ സഭയെ, തന്റെ ജനത്തെ നയിച്ചില്ല എങ്കിൽ നമുക്ക് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയില്ല. ഈ തരുണത്തില് എല്ലാ വിശ്വാസികൾക്കും എല്ലാ മനുഷ്യർക്കും ദൈവികമാകുന്ന നടത്തിപ്പിന്റെ ആവശ്യകത ഏറിയിരിക്കുന്ന കാലയളവില് വളരെയധികം തിരക്കുകളുടെയും മാനസിക സംഘർഷങ്ങളുടെയും നടുവിലൂടെയൊക്കെയും പകൽക്കാലങ്ങളിൽ കടന്നുപോയിട്ട് സന്ധ്യാസമയത്ത് ദൈവവചന ചിന്തകൾക്കും ധ്യാനങ്ങൾക്കുമായി ഈ സൂം പ്ലാറ്റ്ഫോമിലും വിവിധങ്ങളായ മീഡിയയിലൂടെയൊക്കെയും ഈ വചന പഠനത്തിനും ഇത് കേൾവിക്കുമായി കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ പ്രസിദ്ധനും ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ബഹുമാന ദൈവവൃത്തൻ പാസ്റ്റർ റജി മാത്യു ശാസ്ത്രംകൊണ്ടയാണ് ഈ 6 ദിവസങ്ങളും ഈ ദൈവവചന പഠനം നേതൃത്വം നൽകുന്നത്. ആരാധനയ്ക്ക് മിൽസോണിയ നേതൃത്വം നൽകുന്നു. ഇന്ന് രാത്രിയിലും നമുക്ക് തുടർന്ന് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. സമയത്തിന്റെ പരിമിതികൾ നമ്മുടെ നടുവിലുണ്ടല്ലോ. നമുക്ക് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മൾ തുടർന്നുള്ള ദൈവവചന കേൾവിക്കും തുറന്നത് വലിയ അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടിയും പ്രാരംഭമായി ജോൺ ഫിലിപ്പോസ് അവരുകൾ ഇപ്പോൾ തുടർന്നുള്ള ദൈവവചനത്തിന്റെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോൺ ഫിലിപ്പോസ്. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, ഈ നല്ല സന്ധ്യവേളയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ സന്ധ്യാവേളയിൽ കർത്താവിന്റെ മക്കളാവുന്ന ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിലായിരുന്നു കൊണ്ട് ഇങ്ങനെ തിരുവചനം കേൾക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇത് യഹോവയാൽ ഉണ്ടാക്കിയ ദിവസമെന്ന് കർത്താവ് തിരുവചനത്തിൽ വായിക്കുമ്പോൾ അടികളുടെ ജീവിതത്തിന് കർത്താവ് ഇപ്പൊ ഈ സന്ധ്യാവേള അവിടെ നിന്ന് ഒരുക്കുന്നതിനാലും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളിവിടെ കർത്താവ് തിരുവചനത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ അനേകർ കർത്താവ് രോഗികളായി ഭാരപ്പെടുന്ന അനേകർ നിത്യ ദുഃഖത്തില് വേദനകളിലൊക്കെ ആയിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ വിലപ്പെട്ട സൗഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പായി സഭ തീരുമാനിച്ച് ആഗ്രഹിച്ച പ്രകാരം ഈ സന്ധ്യാവേളയിൽ അവിടുത്തെ തിരുവചനം പഠിപ്പാനായിട്ട് പഠിപ്പിക്കാനായിട്ട് കർത്താവെ അവിടുന്ന് ചിന്തിച്ച ആ ദിനത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവ് അവിടുത്തെ വചനവുമായി ഞങ്ങൾ നിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കർത്താവ് തന്റെ ദാസനെ ഞങ്ങൾ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന വചനം പഠിപ്പിപ്പാൻ അതിന്റെ മർമ്മങ്ങളെ പൊരുളുകളൊക്കെയും ഞങ്ങൾക്ക് വേണ്ടുവണ്ണം ഭാഗിച്ചു തരുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയിരിക്കുന്ന ദൈവദാസന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസൻ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിക്കുമ്പോൾ യാതൊരു വിധമായ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ ഒന്നും ഉണ്ടാകാതെ വണ്ണം വേണ്ടുവണ്ണം അതിൻ്റെതായ വചനത്തിന്റെ ആഴങ്ങളിൽ വേണ്ടുന്ന വണ്ണം കർത്താവ് പരിശുദ്ധാത്മ നിറവില് ആ തിരുവചനം വായിച്ചു തരുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ രാത്രികാലം തിരുവചന കേൾവിയില് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കത്തലുണ്ടാകുവാൻ കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് സ്തോത്രം ക്രമീകരണങ്ങളെ വരുത്തുവാനൊക്കെ ഇടയാകണമേ. ഈ മരുഭൂമി ജീവിതത്തില് ഈ അന്ത്യകാലത്ത് ഞങ്ങള് കർത്താവ് തിരുവചന കേൾവിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചൈതന്യം ഉണ്ടാകുവാൻ ക്രമീകരണങ്ങൾ വരുത്തേണ്ടടുത്ത് ക്രമീകരണങ്ങളൊക്കെ വരുത്തിയെടുക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസനെയും അവിടുത്തെ കൗൺസിൽ സഹോദരങ്ങളെയും സഭാവിശ്വാസികളെയും
ഇന്ന് മീഡിയയിലൂടെ ഇത് വാച്ച് ചെയ്യുന്നവരെയും തുടർന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിലായി ഞങ്ങൾ ആയിരിക്കുന്നുവെങ്കിലും അങ്ങയുടെ സാന്നിധ്യ ബോധത്തോടുകൂടി ഏവരും ആയിരിക്കാൻ, തികഞ്ഞ ഏകാഗ്രതയോടുകൂടി ആയിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ ക്ലാസിന്റെ പ്രാരംഭ ദിവസം മുതൽ തന്നെ അവിടുത്തെ കർത്താവ് ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറവിൽ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തില് കർത്താവ് സ്തോത്രം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആരും ഉദാസീനതയോട് അലക്ഷ്യബോധത്തോടെ ആകില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങളോട് കർത്താവ് അറിയിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ വരുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. ക്രിസ്തീയ കർത്താവ് സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജയജീവിതത്തെ കുറിച്ച് കർത്താവ് ഞങ്ങള് ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വളരെ ആവശ്യമായിരിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജയജീവിതം ചെയ്യുവാൻ ഈ നശിച്ചു പോകുന്ന ദുഷ്ടലോകത്തില് കർത്താവ് ജീവിപ്പാൻ ഞങ്ങൾക്ക് അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ സഹായം ആവശ്യമാണ്. കർത്താവ് ഈ കാലയളവില് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി കർത്താവ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, എല്ലാവരെയും അവിടുന്ന് വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഇതിന്റെ അവസാന ദിവസം വരെയും എല്ലാവരും പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടെയും തുടർന്നും കർത്താവ് കാത്തുകൊള്ളേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രികാലം ഇങ്ങനെ കർത്താവ് തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളേക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഗാന ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ടവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കർത്താവ് പാടുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് അല്പസമയം കൂടെ ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. മീഡിയയ്ക്ക് യാതൊരു വിഷയത്തിനും ഒരു പ്രയാസവും തടസ്സവും കൂടാതെ വേണ്ടുവണ്ണം വചനം വാരി ഉതറുവാൻ നിന്റെ ദാസനെ അഭിഷേകം ചെയ്യണം. അവിടുന്ന് അങ്ങനെ ചെയ്യും. അതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടനാല് സ്തോത്രം. വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയോർക്കായിട്ട് തുടർന്ന് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഈ സന്ധ്യായാമത്തില് നമ്മൾ ദൈവവചന കേൾവിക്കായിട്ട് നാം ഒരുങ്ങാൻ പോവുകയാണ്. സമയം ഒട്ടും തന്നെ നാം നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ രജി മാത്യു ശാസ്താംകോട്ട നമുക്ക് ദൈവവചന സന്ദേശം നൽകിത്തരും. വളരെ ആദരപൂർവ്വം ഈ കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ രാത്രിയിൽ നമ്മുടെ ദൈവവചന പഠന പരമ്പരയുടെ ഒന്നാമത്തെ ദിവസം കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ അനുഗ്രഹീതമായ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് വളരെ താല്പര്യത്തോടെ, വളരെ ദർശനത്തോടെ, വളരെ ആത്മഭാരത്തോടെ ഈ യോഗങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള കുവൈറ്റ് ഫസ്റ്റ് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ച്, ആ ചർച്ചിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് എബ്രഹാം, ആ ചർച്ചിന്റെ സെക്രട്ടറി, അതുപോലെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ എല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ കേട്ടു. വളരെ ഭംഗിയായി അവർ പാടി. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഡോക്ടർ അനിൽ ജോയി തോമസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഒന്നിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷം. കർത്താവ് മറ്റെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ കാലിക പ്രസക്തമായ ഒരു ഭാഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിലെ വചന പഠനത്തിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത്. ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത. നിശ്ചയമായും ഈ വചന ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു വലിയ ദൈവിക ഇടപെടലുകൾ നമ്മുടെ നടുവിലുണ്ടാകും. വലിയ ദൈവപ്രവർത്തികൾ നമ്മുടെ നടുവിൽ വ്യാപരിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റോമാലേഖനത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവദിനത്തെ ധ്യാനിക്കുവാൻ പോകുന്നത്.
റോമലേഖനം 8-ാം അധ്യായമാണ് നമ്മൾ ബേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗം. 8-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് നമ്മൾ ആധാരമായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം. ആ വാക്യം ഞാൻ വായിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പെന്തക്കോസ്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു ആത്മതലമൊക്കെ അങ്ങ് കുറഞ്ഞു, ആ ഒരു കാഴ്ചപ്പാടൊക്കെ അങ്ങ് മങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു പഠനം നമ്മുടെ ആത്മീയ ജീവിതത്തെ സാരമായി മാറ്റട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. റോമാലേഖനം 8-ാം അധ്യായം ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരധ്യായമാണ്. ശിക്ഷാവിധി ഇല്ല എന്ന് പറഞ്ഞ് ആരംഭിച്ച് വേർപിരിയുകയില്ല എന്ന് പറഞ്ഞ് പുരോഗമിച്ച് തോൽവിയില്ല എന്ന് പറഞ്ഞ് അവസാനിക്കുന്ന അനുഗ്രഹീതമായ ഒരധ്യായം. അതിന്റെ 14-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ദൈവാത്മാവ് നടത്താത്ത ആരും ദൈവത്തിന്റെ മക്കളല്ല. ഇതാണ് അതിന്റെ കാതലായ ചിന്താവിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ വാക്യത്തെ അല്പം കൂടെ ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ 2 കാര്യങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം ദൈവാത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതാണ്. 2 ദൈവത്തിന്റെ മക്കളായി തുടരുക എന്നുള്ളതാണ്. ഇത് 2 ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യതയുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ മക്കൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടുക, ഇത് 2 ഒരേപോലെ പോകുന്നത്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഒഴിവാക്കാനാവില്ല. ഒരേപോലെയാണ് പല സന്ദർഭങ്ങളിലും ഈ 2 കാര്യങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനത് തെളിയിക്കാൻ വേണ്ടി ചില വാക്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. പുത്രത്വവും ആത്മാവും എപ്പോഴും ഒന്നിച്ചാ പോകുന്നത്. റോമലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരിൽ ഒരു ഞരക്കമുണ്ട്. അത് പുത്രത്വത്തിന്റെ അർത്ഥപൂർണമായ നിറവേറലാണ്. അതാ ഞാൻ പറഞ്ഞത്. ആത്മാവിനെയും പുത്രത്വത്തെയും നമുക്ക് ഒത്തിരി വേർതിരിച്ച് പഠിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഇത് ഒന്നിച്ചാ കിടക്കുന്നത്. ഒന്നുകൂടെ ഞാൻ ആ വാക്യം പറയാം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഞരങ്ങുന്നു. അവിടെ ആത്മാവെന്ന ആദ്യദാനം എന്ന് പറയുമ്പോൾ ആദ്യദാനം എന്ന വാക്കിന് അപാർക്കെ എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ജഡത്തിന്റെ മേൽ ആത്മാവ് പകരുന്ന പലതരത്തിലുള്ള അനുഗ്രഹങ്ങളുടെ ആദ്യ അനുഗ്രഹം, അതാണ് ആദ്യദാനം എന്ന് പറയുന്നത്. ഇതിന് സമാനമായ ചില പദങ്ങൾ മറ്റു ചിലയിടങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിലൊക്കെ വരുമ്പോൾ ആദ്യ ഫലം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. റോമലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആദ്യ ഭാഗം വിശുദ്ധം എങ്കിൽ പിണ്ടം മുഴുവൻ അങ്ങനെ തന്നെ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആദ്യ ഭാഗം. അപ്പം ആദ്യദാനം, ആദ്യഫലം, ആദ്യദാനം ഇതെല്ലാം ഏതാണ്ട് ഒരേ ആശയത്തിൽ വരുന്ന വാക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ആത്മാവെന്ന ആദ്യദാനം നമുക്ക് കിട്ടിയപ്പോൾ നാം പ്രഖ്യാപിക്കപ്പെട്ടത് പുത്രത്വത്തിലേക്കാണ്. അപ്പൊ പുത്രത്വം എന്ന് പറയുമ്പോൾ 2 വിധത്തിൽ ചിന്തിക്കണം. ഒന്ന്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പുത്രത്വം. 2, ഇതിന്റെ പുത്രത്വത്തിന്റെ പൂർണ്ണത. ആ പൂർണ്ണത ഈ വാക്യം അനുസരിച്ച് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ആ പദവിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ദൈവമക്കളാണെന്ന് പറയുമ്പോൾ നമ്മുടെ നിറം കൊണ്ട്, നമ്മുടെ രൂപം കൊണ്ട്, നമ്മുടെ
നമ്മുടെ ഭാവം കൊണ്ട് ഒന്നും ഒരുപക്ഷെ വകതിരിച്ചു മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞു എന്ന് വരത്തില്ല. പക്ഷേ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നതോടുകൂടി അത് പ്രഖ്യാപിക്കപ്പെടും. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇനിയും അതിന്റെ രണ്ടാമത്തെ തെളിവിലേക്ക് വരുമ്പോൾ റോമലേഖനം 8-ാം അധ്യായത്തിൽ തന്നെയാണ് അതും 15-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചത്. കണ്ടോ, പുത്രത്വത്തിന്റെ ആത്മാവ്. അവിടെ ആത്മാവിനെ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ദാസ്യത്വത്തിന്റെ ആത്മാവ്, രണ്ട് പുത്രത്വത്തിന്റെ ആത്മാവ്. ഈ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ പറ്റി പറഞ്ഞിട്ട് പുത്രത്വത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഞാൻ പറയാം. ഈ ദാസ്യത്വത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാല് അത് അടിമത്വത്തിന്റെ ആത്മാവാണ്. അതിലെപ്പോഴും സാത്താന്യ പ്രകൃതമുണ്ട്, അതിൽ സാത്താന്യ വ്യാപാരമുണ്ട്. അടിമത്വത്തിന്റെ ആത്മാവ്, അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും നിങ്ങൾ അനുസരിച്ച് നടന്നു എന്ന് പറയുന്നുണ്ട്. അതാണ് ഈ ദാസ്യത്വത്തിന്റെ ആത്മാവിന്റെ പ്രത്യേകത. ഈ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 44-ലേക്ക് വരുമ്പോൾ, പിശാചായ പിതാവിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന മനുഷ്യൻ, അതും ഈ ദാസ്യത്വത്തിന്റെ ആത്മാവിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ദാസ്യത്വത്തിന്റെ ആത്മാവിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടി. എങ്ങോട്ട്? പുത്രത്വത്തിന്റെ ആത്മാവിലേക്ക് നമുക്ക് മാറ്റം കിട്ടി. ഈ പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ആ ആത്മാവാണ് എല്ലാ അടിമത്വങ്ങളെയും തകർത്ത് കളയുന്നത്. ഈ പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മിലേക്ക് ദൈവിക സ്വഭാവത്തെ കൊണ്ടുവരുന്നത്. ഈ പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മിലേക്ക് ദൈവിക പ്രകൃതത്തെ കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് വാസ്തവത്തിൽ ഈ പുത്രത്വത്തെയും ആത്മാവിനെയും ഒത്തിരി അങ്ങ് വ്യത്യാസപ്പെടുത്തി കാണാനായിട്ട് കഴിയത്തില്ല. ഞാൻ ആദ്യം അതൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ കാരണം, ദൈവിക പുത്രത്വത്തിന്റെ സ്റ്റാൻഡേർഡിൽ നമ്മെ നിർത്തുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ്. ഇനി റോമലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് തന്നെ ഈ പുത്രത്വത്തെയും ആത്മാവിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു വാക്യം കൂടെ ഞാൻ പറയാം. അത് 16-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് പറയും. കണ്ടോ, പുത്രത്വവും ആത്മാവും ഒരേപോലെ വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 3 വാക്യങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റോമർ 8:23, 2 റോമർ 8:15, 3 റോമർ 8:16. ഇവിടെയെല്ലാം പുത്രത്വവും ആത്മാവും കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയും. എന്നാ പറയുന്നത്? നാം ദൈവത്തിന്റെ മക്കളാണ്. അവിടെ നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്ന് പറയുമ്പം ഞാൻ നമ്മുടെ ആത്മാവ് എന്നുള്ളതിന് അതിന്റെ മൂലപദങ്ങൾ ഞാൻ തിരക്കി പോയപ്പോൾ, നമ്മുടെ ആത്മാവ് അതിന് ന്യൂമ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനോട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മുടെ ജ്ഞാനത്തോട് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയും ഡിക്ഷണറികൾക്കകത്ത് അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മനസ്സിനോട് പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ജ്ഞാനത്തോട് പറയുകയാണ്. എന്നാ പറയുന്നത്? നാം ദൈവത്തിന്റെ മക്കളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പുത്രന്മാരെന്നുള്ള സ്റ്റാൻഡേർഡിൽ നമ്മൾ നിലനിൽക്കാൻ ഏക മാർഗം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷനാണ്. ഇനി ഞാൻ ഈ നമ്മളിലേക്ക് ഈ പുത്രത്വം, ദൈവിക പുത്രത്വം എങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക പുത്രത്വം വാസ്തവത്തിൽ ജനനം കൊണ്ടുണ്ടായി വന്ന ഒന്നല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. ഞാൻ ഇന്ന കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് എനിക്ക് ആ ദൈവിക പുത്രത്വം എന്ന പദവി കിട്ടി, അങ്ങനെ ആരും ചിന്തിക്കരുത്. ഇത് ജനനം കൊണ്ടുണ്ടായ പുത്രത്വമല്ല. അങ്ങനെ ജനനം കൊണ്ട് ആർക്കും ദൈവിക പുത്രത്വം ഒന്നും ഉണ്ടാകുന്നില്ല. നമുക്കറിയാം, കാളിയാങ്കൽ, ശങ്കരാപുരി, പകലോമറ്റം അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടത് കൊണ്ടൊന്നും നമുക്ക് ലഭിച്ചതല്ല ഈ പുത്രത്വം. അത് ദൈവത്തിന്റെ കരുണയാൽ ഉണ്ടായതാ. റോമലേഖനം 9-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തത്താൽ ജനിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണു. അപ്പം നമ്മൾ ആരും ജഡപ്രകാരം ജനിച്ചത് കൊണ്ട് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നതല്ല. ഗലാത്യലേഖനം 4:28 പറയുന്നുണ്ട്, നാമോ സഹോദരന്മാരെ ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അപ്പം നാം വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്, ജഡപ്രകാരം ജനിച്ച് ദൈവത്തിന്റെ മക്കളായവരല്ല. ഇതിന് ഈ നമ്മളെ മക്കളാക്കാൻ വേണ്ടി ദൈവം തയ്യാറാക്കിയ ഭയങ്കര പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഭയങ്കര പദ്ധതി. ആ ഭയങ്കര പദ്ധതിയെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിലാണ് നമ്മൾ ശരിക്കും കാണുന്നത്. അതിനെ നമുക്ക് ഒരു വിശാലമായ പഠനത്തിലേക്ക് പോയാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. വാസ്തവത്തിൽ നമ്മെ മക്കളാക്കാൻ വേണ്ടി തൃത്വ ദൈവം ഡയറക്റ്റ് ഇടപെട്ടേക്കുകയാണ്. തൃത്വ ദൈവം ഡയറക്റ്റ് ഇടപെട്ടേക്കുക. അവിടെ തൃത്വ ദൈവം എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം,
പരിശുദ്ധാത്മാവാം ദൈവം ശരിക്കും തൃത്വം ഡയറക്റ്റ് ആയിട്ട് നമ്മെ മക്കളാക്കാനായിട്ട് ഇടപെട്ടു എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ആ വിശദീകരണങ്ങളിലേക്ക് വരാം. തൃത്വം ഇടപെട്ടത് എങ്ങനെയാണ്? അവിടെ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം, 5-ാമത്തെ വാക്യം, 6-ാമത്തെ വാക്യം, ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം നമ്മെ മക്കളാക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പിതാവായ ദൈവം ചെയ്തതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പിതാവായ ദൈവം ചെയ്തത്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന്റെ മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. കണ്ടോ നമ്മളെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ദൈവത്തിന് മക്കളായവരല്ല. ഒരുപക്ഷെ 5 വർഷത്തിന് മുമ്പ്, ഒരുപക്ഷെ 10 വർഷത്തിന് മുമ്പ്, ഒരുപക്ഷെ ഒരു 15 വർഷത്തിന് മുമ്പ്, 20 വർഷത്തിന് മുമ്പൊക്കെ രക്ഷിക്കപ്പെട്ട് വന്നവരാണ് നമ്മൾ പലരും. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ട അന്നല്ല നമ്മളെ രക്ഷപ്പെടുത്താൻ ദൈവം പദ്ധതി തയ്യാറാക്കിയത്. തൃത്വ ദൈവം സ്തോത്രം സകല കാലങ്ങൾക്ക് മുൻപേ, ഇവിടെ എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന്റെ മുൻപേ എന്ന ആ പദങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണേ. എന്നാൽ ലോകസ്ഥാപനത്തിന്റെ മുൻപേ, മലയാളം ബൈബിളിൽ ലോകസ്ഥാപനം എന്നുള്ള ആ പദം നമുക്ക് ശരിയായ വിധത്തിൽ അങ്ങോട്ട് മനസ്സിലാകണമെന്നില്ല. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോഴാണ് ലോകസ്ഥാപനം എന്ന പദം നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ ലോകസ്ഥാപനം എന്ന് പറയുമ്പോൾ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ഫൗണ്ടേഷൻ ഇടുന്നതിന് മുൻപ്, ഏതിന്? ലോകത്തിന് ഫൗണ്ടേഷൻ ഇടുന്നതിന് മുമ്പ്. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, പാസ്റ്റർ ലോകത്തിന് ഫൗണ്ടേഷൻ ഉണ്ടോ? വീടിന് ഫൗണ്ടേഷൻ ഇടുന്നതിനെ പറ്റിയൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലോകത്തിന് ഫൗണ്ടേഷൻ ഉണ്ടോ? ഉണ്ട്, ലോകത്തിന് ഫൗണ്ടേഷൻ ഉണ്ട്. അത് എങ്ങനെയാ ലോകത്തിന് ഫൗണ്ടേഷൻ ഉണ്ടായെന്ന് ഞാൻ പറയാം. സ്തോത്രം. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന് അളവ് നൂല് നീ പിടിച്ചവനാര്? അതിന് അളവ് നിയമിച്ചവനാര്? 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അതിന്റെ മൂലക്കല്ല് ഏതിന്റെ മേൽ ഉറപ്പിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അപ്പം ഇതിന് അളവ് നിയമിച്ചു, ഇതിന് അളവ് നൂല് പിടിച്ചു, ഇതിനെ അടിസ്ഥാനമിട്ടു, ഇതിന് മൂലക്കല്ലിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇനി ഞാൻ അവിടെ നിർത്തി ഒരു കാര്യം പറയുകയാണ്. ആരെങ്കിലും എന്നോട് ചോദിക്കുകയാണ്, പാസ്റ്റേ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടത് നമ്മളൊക്കെ വീടിന് അടിസ്ഥാനം ഇടുന്നത് പോലെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എനിക്കറിയത്തില്ല. നിത്യത ചെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒട്ടനവധി ചോദ്യങ്ങളുണ്ടല്ലോ, അതിലൊരു ചോദ്യമായിട്ട് ഈ ചോദ്യത്തെ വെച്ചോണം. അവിടെ ചെന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കണം. പക്ഷെ അവിടെ പറയുന്നു ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു. നമ്മൾ സാധാരണ ഒരു വീടിന് അടിസ്ഥാനം ഇടുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഞങ്ങളൊക്കെ അടിസ്ഥാനം ഇടുകയാണെങ്കിൽ, ഞങ്ങൾ ഒരു വീടിന് അടിസ്ഥാനം ഇടുന്നത്, സ്തോത്രം, അവിടെ ചെന്ന് ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് ഒരു പാട്ടൊക്കെ പാടും. വാഴ്ത്തുക നീ മനമേ, നന്ദി കൊണ്ട് എൻ്റെ ഉള്ളം നന്നേ നിറയുന്നു, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി 1-2 പാട്ടൊക്കെ പാടി, സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ഭാഗമൊക്കെ വായിച്ച് 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കുഴിക്കകത്തോട്ട് ഇറങ്ങി നിന്ന് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ ആ കല്ലൊക്കെ അങ്ങോട്ട് ഇട്ട് ഒരു ആശീർവാദമൊക്കെ പറഞ്ഞ് അങ്ങ് കയറുക. ഇങ്ങനെയാണ് ഈ സാധാരണ ഞങ്ങളൊക്കെ വീടിന് അടിസ്ഥാനം ഇടുന്നത്. ഇതുപോലെ ദൈവം ലോകത്തിന് അടിസ്ഥാനം വിട്ടോ, അടിച്ചൊരുക്കിയ ഒരു കല്ലുകൊണ്ട് അടിസ്ഥാനം വിട്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ അങ്ങനെ പറയുന്നത്, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടു, ഞാൻ അതിന്റെ മൂലക്കല്ല് ഉറപ്പിച്ചു, ഞാൻ അതിന് അളവ് നൂൽ പിടിച്ചു, ഞാൻ അതിന് അളവ് നിയമിച്ചു. ഇതല്ല യോബിന്റെ പുസ്തകം 38, 4, 5, 6, 7 വാക്യത്തിൽ കാണുന്ന. അപ്പൊ ലോകത്തിനൊരു ബിഗിനിങ് ഉണ്ട്. അതെന്നാണോ? അതിനു മുൻപേ, അതവിടെ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപേ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ നമ്മെ തെരഞ്ഞെടുത്തു. കേട്ടോണേ, കുവൈറ്റ് അസംബ്ലീസ് ഓഫ് ഗാഡ് ചർച്ചിന്റെ മെമ്പർഷിപ്പായി, അത് മാത്രമല്ല ഈ മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞും കേട്ടും ക്ഷണിച്ചും ഒക്കെ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന, അത് മാത്രമല്ല ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീം പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ഫേസ്ബുക്കിലൂടെ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടിയതല്ല പുത്രത്വം. ലോകം ഉണ്ടാകുന്നതിന് മുൻപേ ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അവിടെ ആ പുത്രത്വത്തിൽ പിതാവായ ദൈവം ചെയ്ത 3 കാര്യങ്ങളിൽ 1-ാമത്തെ കാര്യം തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നുള്ളത് നോട്ട് ചെയ്തോണം. 2-ാമത്തെ കാര്യം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന്. കണ്ടോ? അപ്പൊ നമ്മളെ ദത്തെടുത്തു. അപ്പൊ 2 പദങ്ങളാ പറഞ്ഞേ. 1 തിരഞ്ഞെടുത്തു, 2 ദത്തെടുത്തു. ദത്തെടുത്തു എന്ന് പറയുമ്പോൾ എന്തിന് ദത്തെടുത്തു, എവിടെ നിന്ന് ദത്തെടുത്തു, എന്തിനു വേണ്ടി ദത്തെടുത്തു, ഇതൊക്കെ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഞാൻ 2-3 കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയാം. എന്തിനാ ദത്തെടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വേറൊരു കുടുംബത്തിലായിരുന്നേ, ആദാമി കുടുംബം. റോമലേഖനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ ആദാമി കുടുംബത്തിൽ ജനിച്ചു വളർന്നതിന്റെ സകല പ്രശ്നങ്ങളും അവിടെ പറയുന്നുണ്ട്. മരണം കൊണ്ടുവന്ന, ശാപം കൊണ്ടുവന്നത്, ഇതെല്ലാം ആദാമിയ കുടുംബത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആ കുടുംബത്തിലായിരുന്നു, ആദാമി കുടുംബം. സ്തോത്രം. നമ്മൾ വേറൊരു രാജ്യത്തിലായിരുന്നു, ഇരുട്ടിന്റെ രാജ്യം. കുവൈറ്റിലും ഇന്ത്യയിലൊന്നും അല്ല, ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു നമ്മള്.
സ്തോത്രം. അപ്പം കുടുംബം വേറെ, ആദാമി കുടുംബം, രാജ്യം വേറെ, ഇരുട്ടിന്റെ രാജ്യം. കൊലോസ്യലേഖനം 1:13 പറയുന്നത് നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പിടിപ്പിച്ച് സ്നേഹസ്വരൂപനായി പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അപ്പൊ നമ്മൾ എവിടെ ആയിരുന്നു? നമ്മൾ ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു. എങ്ങോട്ട് കൊണ്ടുപോയി? പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വേറൊരു രാജ്യത്തിലായിരുന്നു, ഇരുട്ടിന്റെ രാജ്യം. ഇനി അപ്പൻ വേറെയായിരുന്നു. പാപം ചെയ്യുന്നവന്റെ അപ്പനെ കുറിച്ച് റോമാലേഖനം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. സ്തോത്രം. അപ്പം അപ്പൻ വേറെ, കുടുംബം വേറെ, രാജ്യം വേറെ. അവിടെ നിന്ന് നമ്മെ അഡോപ്റ്റ് ചെയ്തെന്നാ പറയുന്നത്. എങ്ങോട്ട് കൊണ്ടുവന്നു? എഫീസ് ലേഖനം 2:19 പറയുന്നുണ്ട്, നമ്മെ ദൈവത്തിന്റെ ഭവനക്കാരാക്കി. നമ്മളിപ്പോ ആരായി? നമ്മളിപ്പോ ദൈവത്തിന്റെ ഭവനക്കാരാ. സ്തോത്രം. എന്ത് ശ്രേഷ്ഠതയേറിയ പദവാ, ഞാൻ ദൈവത്തിന്റെ ഭവനക്കാരനായി എന്ന് പറയുന്നത്. അപ്പൊ പിതാവായ ദൈവം 1 എന്നെ തിരഞ്ഞെടുത്തു, 2 പിതാവായ ദൈവം എന്നെ ദത്തെടുത്തു, 3 പിതാവായ ദൈവം എന്നെ മുൻനിയമിച്ചു. അല്ലെ? 6-ാമത്തെ വാക്യം എങ്ങനെ പറയുന്നത്? എഫേസ്യർ 1:6, അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു. കണ്ടോ? സ്നേഹത്തിൽ അവിടുന്ന് നമ്മെ മുൻനിയമിച്ചു. ഈ മുൻനിയമിച്ചു എന്ന് പറയുമ്പം അതിനെ അല്പം കൂടെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടത്, അത് ദൈവശാസ്ത്രപരമായി വളരെ വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരു പദമാണ് മുൻനിയമനം, മുന്നറിവ്, മുൻനിയമനം. ഇതൊക്കെ നന്നായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ ചിന്ത അവിടെയല്ല കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ മുൻനിയമനം, മുന്നറിവ് വാക്കുകളിലേക്ക് ഒന്നും പോകുന്നില്ല. എന്നാലും ഒറ്റ വാക്കിൽ ഞാനൊന്ന് പറയാം. മുൻനിയമിച്ചു എന്ന് പറഞ്ഞാല് മുൻകൂട്ടി അടയാളപ്പെടുത്തി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമ്മെ മക്കളാക്കാൻ വേണ്ടി കർത്താവ് മുൻകൂട്ടി അടയാളപ്പെടുത്തി. അപ്പം പിതാവായ ദൈവം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ചെയ്ത 3 കാര്യങ്ങളാണ്. 1, നമ്മെ തിരഞ്ഞെടുത്തു. 2, നമ്മെ ദത്തെടുത്തു. 3, നമ്മെ മുൻനിയമിച്ചു. അപ്പൊ പുത്രൻ എന്താ ചെയ്തെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവ് ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോ കാലത്തിലേക്ക് ഇറങ്ങി വന്നു. കാലത്തിലേക്ക് ഇറങ്ങി വന്നു. ആ കാലത്തിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുന്ന പദം നിങ്ങൾ അല്പം കൂടെ കാര്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാണ്. കർത്താവ് കാലത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവ് ആരായിരുന്നു? കാലാതീതനാണ്, സമയമുള്ളവനല്ല. സമയം, സ്ഥലം ഇങ്ങനെയുള്ള പരിമിതികൾക്കൊന്നും കർത്താവ് അധീനനല്ലായിരുന്നു. സ്തോത്രം. അതിനെല്ലാം കർത്താവ് അതീതനായിരുന്നു. എന്നാൽ സ്ഥലകാല സമയപരിധികൾക്ക് അതീതനായ കർത്താവ് ആ സമയത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. കേട്ടോ? ആ കാലത്തിനകത്തേക്ക് ഇറങ്ങി വന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ ജഡധാരണം എന്ന് പറയുന്നത്. അവിടുത്തെ 33.5 തിരുവയസ്സിലെ ആ ചൂടുചോര നമുക്ക് വേണ്ടി ഒഴുക്കി. അതാണ് എഫേസ്യർ 1:7 പറയുന്നത്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന് വീണ്ടെടുപ്പുണ്ട്. കണ്ടോ? കാലത്തിലേക്ക് ഇറങ്ങി വന്നവൻ അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി തന്നു. നമ്മൾ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. ഇനിയും 8-ാമത്തെ വാക്യം, 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം, 11-ാമത്തെ വാക്യം, 12-ാമത്തെ വാക്യം, ഓരോ വാക്യങ്ങളിൽ ഓരോ മർമ്മമാണ് പറയുന്നത്. ജസ്റ്റ് ഞാനതൊന്ന് പറഞ്ഞു വിട്ടേക്കാം. നോട്ട് ചെയ്യുന്നവര് പെട്ടെന്ന് നോട്ട് ചെയ്ത് പോകുക. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ നമുക്ക് ധാരാളമായി കൃപ കാണിച്ചു എന്നാ പറയുന്നത്. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. ആരെ? നമ്മെ വീണ്ടെടുത്തവൻ, രക്തം തന്ന് വീണ്ടെടുത്തവൻ. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും പിന്നെയും ഇവൻ ഒന്നാക്കും എന്ന് നമ്മുടെ പറയുന്നുണ്ട്. 11-ാമത്തെ വാക്യത്തിൽ അവനിലാണ് നാം അവകാശം പ്രാപിച്ചത് എന്ന് പറയുന്നുണ്ട്. 12-ാമത്തെ വാക്യത്തിൽ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മളെ നിർത്തിയേക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കാലത്തിൽ ഇറങ്ങി വന്ന പുത്രൻ ചെയ്ത ഓരോ വാക്കുകളും വിശദീകരിക്കേണ്ടത് നിങ്ങൾ പിന്നത്തേതിൽ ധ്യാനിച്ച് അതിനെ വിശാലമാക്കിക്കും. ഇനി പരിശുദ്ധാത്മാവാൻ ദൈവം എന്നാ ചെയ്തെന്നറിയാം? എഫേസ്യ ലേഖനം 1:13-14 നമ്മൾ വായിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കണ്ടോ? പരിശുദ്ധാത്മാവ് ചെയ്ത അതാ. വാഗ്ദത്തത്തിന് അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുകയാണ്. അപ്പം പിതാവായി ദൈവം എന്തൊക്കെ ചെയ്തു? 3 കാര്യങ്ങൾ. 1, നമ്മെ തിരഞ്ഞെടുത്തു. 2, നമ്മളെ ദത്തെടുത്തു. 3, നമ്മെ മുൻനിയമിച്ചു. പുത്രനായ ദൈവം കാലത്തിലേക്ക് ഇറങ്ങി വന്ന് എന്ത് ചെയ്തു? നമ്മെ വീണ്ടെടുത്തു. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ ചെയ്തതെന്ന് അറിയാമോ?
പിതാവ് തിരഞ്ഞെടുത്ത, പിതാവ് ദത്തെടുത്ത, പിതാവ് മുൻനിയമിച്ച നമ്മെ, പുത്രൻ വീണ്ടെടുത്ത നമ്മെ ആ വീണ്ടെടുപ്പിന്റെ നാളിലേക്ക് മുദ്രയിട്ട് വെച്ചു. എൻ്റെ ഒരു ചിന്തയിൽ പറഞ്ഞാൽ സീല് ചെയ്തെന്ന അതിന്റെ അർത്ഥം. നമ്മളെ സീല് ചെയ്തു. യാതൊരുവിധ സാത്താന്യ ആധിപത്യങ്ങൾക്കും യാതൊരുവിധ സാത്താന്യ സ്വാധീനങ്ങൾക്കും അവകാശം പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മെ സീൽ ചെയ്ത് വെച്ചിരിക്കുക. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാച് തർക്കിച്ചു, വാദിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തിനാ തർക്കിച്ചെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈ മരിച്ച ശരീരം പിശാച് നിനക്ക് എന്തെടുക്കാനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അജ്ഞാതമാണ് ഉത്തരം. പക്ഷെ പിശാച് അതിനുവേണ്ടി തർക്കിച്ചു, പിശാച് അതിനുവേണ്ടി വാദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ പരിപാടി എപ്പോഴും അതാ, തർക്കിക്കുക, വാദിക്കുക. ഇത് പിശാചിന്റെ പരിപാടിയാണ്, തർക്കിച്ചു, വാദിച്ചു. നമുക്കറിയാം, ഈ യോശുവയുടെ ശരീരത്തിലെ വസ്ത്രത്തിന്റെ മുഷിപ്പ് കണ്ടിട്ട് പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ കുറ്റം പറയാൻ ചെന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്താണ് ഈ ശരീരത്തിലെ വസ്ത്രത്തിന്റെ മുഷിപ്പ് എന്ന് ചോദിച്ചാല്, എനിക്ക് പഴയ നിയമം വായിച്ചപ്പം എന്റെ കൊച്ചു അറിവില് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാണ്. വേറെ കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താം. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. പുരോഹിതന്റെ വസ്ത്രത്തിന് പ്രത്യേകതയുണ്ട്. കൈ കിട്ടുന്നതൊന്നും പുരോഹിതന് എടുത്തിടാൻ പറ്റത്തില്ല. അവന്റെ വസ്ത്രം ലിനൻ ആയിരിക്കണം. ലിനൻ ഡ്രസ്സേ അവൻ ഇടാൻ പാടുള്ളൂ. അവൻ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ അത് വിയർക്കാൻ പാടില്ല. എന്റെ ചിന്തയില് യോശുവ തുണി കഴുകാതെ നടന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. യോശുവ ഒരുപക്ഷെങ്കിൽ വിയർത്ത് കാണും. ആ വിയർത്തപ്പോൾ പിശാച് ഇത് പാടില്ല എന്ന് പറഞ്ഞാ ചെന്ന് നിൽക്കുന്നത്. അപ്പൊ പിശാചിന്റെ പരിപാടി എപ്പോഴും അതാ, കുറ്റപ്പെടുത്തുക, അവകാശം പറയുക, എന്റെ ഏതാണ്ടൊക്കെ കയ്യിലുണ്ടെന്നൊക്കെ ചെന്ന് പറയുക. ഇതൊക്കെ പിശാചിന്റെ ഒരു പരിപാടി. അപ്പൊ മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ചു, വാദിച്ചു. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്തിനാ തർക്കിക്കുന്നത്? ഈ ശരീരം എന്തെടുക്കാനാ? പക്ഷെ പിശാച് അങ്ങനെയാ, തർക്കിച്ചു, വാദിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതേ വിധത്തിൽ ഒരു പുനരുത്ഥാനം സംഭവിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവുതൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം, ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, ഒന്ന് മരിച്ചവർക്ക് പുനരുത്ഥാനം, രണ്ട് ജീവനോടെ ശേഷിച്ചിരിക്കുന്ന നമുക്ക് രൂപാന്തരം. ഇത് രണ്ടിൽ ഏത് സംഭവിച്ചാലും സന്തോഷമാണ്. എന്നാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം രൂപാന്തരം സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. മരിക്കാതെ രൂപാന്തരം സംഭവിച്ചു പോകുന്നതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ രൂപാന്തരം സംഭവിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഉയർക്കുമ്പോഴാണ് പോകുന്ന വഴിയിൽ സാത്താനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് പോകാൻ പറ്റുന്നത്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഇത് ചോദിച്ചിട്ട് പോകാൻ പറ്റുന്നത് രൂപാന്തരപ്പെടുമ്പോഴാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. മരണത്തിന് തൊടാൻ പറ്റാതെ, ഒരിക്കലും ഇനി മരണത്തിന് ബാധിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇവിടെ നിന്ന് പറന്ന്, കെ വി സൈമൺ സാറ് പാടുന്ന പോലെ, 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോകുന്ന ആ പോക്ക്, അതാണ് ഏറ്റവും ഗംഭീരമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അപ്പൊ ഈ ഉയർപ്പിൽ സ്തോത്രം, ഒരു പക്ഷെങ്കില് അവകാശവാദം ഉന്നയിച്ച് മോശയുടെ ശരീരത്തെ കുറിച്ച് തർക്കിച്ച അതേ സാത്താന്യ മണ്ഡലം ഇവിടെയും അവകാശവാദം ഉന്നയിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തെന്നറിയാം? മുദ്രയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ കാറിന്റെ അതേ കമ്പനിയുടെ അതേ മോഡൽ കാറ്, അതേ നിറത്തിലുള്ള കാറ് വേറെ പലർക്കും കാണും. അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളുടെ കാറിനെ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ പേരിൽ അതിനൊരു രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ട്, അല്ലെ? അതുകൊണ്ടാ എന്റെ കാറ് അത് അതേ മോഡലിലുള്ള വേറെ പല കാറുകൾ കാണും, ആ നിറത്തിലുള്ളത്, ആ മോഡലിലുള്ളത്, ആ ഡേറ്റിലുള്ളത് വേറെ പലത് കാണും. പക്ഷെ എന്റെ പേരിൽ അതിനൊരു രജിസ്ട്രേഷൻ ഉണ്ട്. ഇതുപോലെ ഈ സീൽ എന്ന് പറയുന്നത് ആമേൻ കർത്താവിന്റെ സ്വന്തമാണെന്നുള്ള രജിസ്ട്രേഷൻ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, തൃത്വം നമ്മെ പുത്രന്മാരാക്കാൻ, പുത്രിമാരാക്കാൻ ഡയറക്റ്റ് ഇടപെട്ടേക്കാണ്. സ്തോത്രം. എന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്നാന്നറിയോ? കുഞ്ഞെ, ഈ പുത്രത്വത്തിലേക്ക് വരാൻ നീ തീർത്ഥയാത്രകൾ നടത്തുമൊന്നും വേണ്ട. ഈ പുത്രത്വത്തിലേക്ക് വരാനേ നീ കർമ്മകാണ്ഡങ്ങളിൽ ഏർപ്പെടുകയൊന്നും വേണ്ട. ഈ പുത്രത്വത്തിലേക്ക് വരാൻ നിനക്ക് അർപ്പണം വേണ്ട, തർപ്പണം വേണ്ട, യാഗം വേണ്ട, യോഗം വേണ്ട. ഈ പുത്രത്വത്തിലേക്ക് വരാൻ രണ്ട് കാര്യം മതി. അത് യോഹന്നാന്റെ സുവിശേഷം 1-12 വാക്യത്തിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പം നമ്മൾ എഫെസ്യ ലേഖനം 2-3 വാക്യം അനുസരിച്ച് നമ്മൾ പ്രകൃതിയാ കോപത്തിന്റെ മക്കളായിരുന്നു കേട്ടോ.
ആ പ്രകൃതത്തിൽ തന്നെ കോപം കിടപ്പുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആയിരുന്നു. എന്നാൽ അവിടെ നിന്ന് യേശുവിനെ കൈക്കൊണ്ടു നാം ഇപ്പൊ ആരായി? ദൈവമക്കളായി. ഗലാത്യ ലേഖനം 3:26 വാക്യത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ കൈക്കൊണ്ടു വിശ്വാസം കൊണ്ട് നമ്മളെല്ലാവരും ആരായി? ദൈവത്തിന്റെ മക്കളായി. അപ്പം അങ്ങനെയാണ് നമ്മളിപ്പോ മക്കളായത്. പിതാവ് പദ്ധതി തയ്യാറാക്കി, പുത്രൻ അത് നിർവഹിച്ചു, പരിശുദ്ധാത്മാവ് അതിന്റെ മുദ്ര വെച്ചു. സ്തോത്രം. നമ്മൾ വിശ്വസിച്ചപ്പോൾ നമ്മളിലേക്ക് ആ പുത്രത്വം വന്നു. കേട്ടോ, ഇങ്ങനെയാണ് നമ്മളിലേക്ക് ദൈവിക പുത്രത്വം ഇറങ്ങി വന്നത്. എന്നിട്ട് ഈ പുത്രന്മാരോട് പറയുകയാണ്, ഈ പുത്രത്വത്തിൽ നിങ്ങൾ തുടരണമെങ്കിൽ നിങ്ങൾ ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. ഈ പുത്രത്വം എന്ന് പറയുന്ന പദം 3 നിലകളിൽ നമ്മൾ മനസ്സിലാക്കണം. അതില് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മാനുഷിക പുത്രത്വം. എന്റെ പ്രിയപ്പെട്ടവർ, ഈ മാനുഷിക പുത്രത്വം, ആ മാനുഷിക പുത്രത്വത്തെ ദൈവിക പുത്രത്വവുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യരുത്. എനിക്കങ്ങനെ മനസ്സിലായത്. അതിന്റെ കാരണം, ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങള് എന്തു പാപം കാണിച്ചാലും നമ്മൾ അവരെ പിന്നെ അംഗീകരിക്കും. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അബ്ശലോം. അബ്ശലോം ചെയ്തൊരു വല്ലാത്ത ചെയ്തല്ലായിരുന്നു. അപ്പനെ കൊട്ടാരത്തിൽ നിന്ന് ഓടിച്ചു, അപ്പന്റെ സിംഹാസനത്തിൽ കയറി പൊളിറ്റിക്സ് കളിച്ച് രാജാവായി. സ്തോത്രം. പക്ഷേ അധിക കാലം അങ്ങനെ രാജാവായിട്ടിരിക്കാൻ പറ്റിയില്ല. ചതിയിലൂടെ നേടിയതൊക്കെ അങ്ങനെയാ പറയുന്നത്. ചതിയിലൂടെ നേടിയതൊക്കെ അധിക കാലം വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. ചരിത്രം അതാ പറയുന്നത്. അപ്പനെ ഇറക്കി വിട്ട് ചതിച്ച് നേടിയ രാജ്യത്വത്തിൽ തുടരാൻ അബ്ശലോമിന് പറ്റിയില്ല. കുതിരയെ ഓടിച്ചു പോകുമ്പോ, സ്തോത്രം, കരുവേലകത്തിൽ മുടി കുരുങ്ങി തൂങ്ങിക്കിടന്നെന്നും പിന്നാലെ വന്നവൻ അവനെ കൊന്നുകളഞ്ഞെന്നും നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഒരു കുന്തപ്പിടിയിൽ തീർന്നു അബ്ശലോം. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. ഇത്രയും അപ്പനെ ഉപദ്രവിച്ച ഈ മകൻ മരിച്ചപ്പോ ദാവീദിന്റെ ഒരു നിലവിളിയുണ്ട്, എന്റെ മകനെ അബ്ശലോമേ, എന്റെ മകനെ അബ്ശലോമേ. ദാവീദേ, നിങ്ങളുടെ മകനാണ് അബ്ശലോം, ഞങ്ങൾക്കറിയാം. പക്ഷേ ഇവനല്ലേ നിങ്ങളെ കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടെ? അതെ. നിങ്ങൾ ഇവിടുന്ന് ഓടാൻ കാര്യം ഇവനല്ലേ? അതെ. പിന്നെ നീ എന്താ അബ്ശലോമേ അബ്ശലോമേ എന്ന് വിളിച്ച് കരയുന്നത്? അത് മാനുഷിക പുത്രത്വത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ ഒത്തിരി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് നമ്മുടെ മക്കളുമായിട്ട്. അതുകൊണ്ട് അവര് കാണിക്കുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഈ ദൈവിക പുത്രത്വവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ പ്രോബ്ലം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക പുത്രത്വം പോലെ ദൈവിക പുത്രത്വത്തെ കാണരുത്. അത് അപകടമാണ്. അതെന്നെ പാസ്റ്റർ അങ്ങനെ പറയുന്നേ. സ്തോത്രം. യോഹന്നാൻ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്, കാൺമീൻ, ആ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. താഴോട്ട് വായിച്ചു വരുമ്പോൾ മറ്റു കുറെ കാര്യങ്ങൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന്. 3-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവൻ എല്ലാ അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. സ്തോത്രം. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പൊ ആരായി? പിശാചിന്റെ മകനായി. ആരായിരുന്നു? ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെട്ടവനാ. ഇവൻ വന്നു പാപം ചെയ്തപ്പോ ഇവൻ ആരായി? അവിടെ വാക്യം പറയുന്നു, പാപം ചെയ്യുന്നവൻ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, മാനുഷിക പുത്രത്വവും ദൈവിക പുത്രത്വവും രണ്ടും രണ്ടാ. അതിനെ ആ നിലയിൽ കാണണം. സ്തോത്രം. ഇസ്രായേലിനെ കുറിച്ച് പറയുന്നത്, എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായി, അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇത് മനസ്സിലാക്കണം.
സ്തോത്രം. നമ്മൾ ദൈവിക പുത്രത്വത്തിലേക്ക് വന്നാൽ ദൈവിക പുത്രത്വത്തിന്റെ നിലവാരത്തിൽ നിൽക്കണം. സ്തോത്രം. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇപ്പോഴത്തെ ഈ കോവിഡ്. വാക്സിനൊക്കെ മിക്കവാറും എല്ലാവരും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ വാക്സിൻ എടുത്തപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് മാസ്ക് വേണം, കൈ സാനിറ്റൈസ് ചെയ്യണം. അതന്നെ, ഈ വാക്സിൻ എടുത്തു എന്നുള്ളത് ശരിയാണെങ്കിലും വീണ്ടും വരാൻ സാധ്യതയുണ്ട്. കാരണം വാക്സിൻ എടുത്ത പലർക്കും വീണ്ടും കോവിഡ് വന്നത് എനിക്കറിയാം. സ്തോത്രം. കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർക്ക് വാക്സിൻ എടുത്തതിന് ശേഷം പിന്നെ കോവിഡ് വന്നു. അങ്ങനെ ഒരു അറിയാം. സ്തോത്രം. അപ്പൊ വാക്സിൻ എടുത്ത ശേഷം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രതിരോധം ഒരാവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഞാൻ അങ്ങ് പറയാം. ഇതുപോലെ പുത്രത്വത്തിൽ വന്നവൻ പുത്രത്വത്തിൽ തുടരണം. അതുകൊണ്ടല്ലേ നമ്മൾ ഈ റോമാലേഖനം 8:14 വായിച്ചത്, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകുന്നു. അല്ലാത്തവൻ ആരും ദൈവത്തിന്റെ മക്കളല്ല, പുത്രത്വത്തിൽ തുടരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മെ പുത്രത്വത്തിൽ നിർത്തുന്ന ഏക കാര്യം എന്ന് പറയുന്നത് ആത്മാവ് നമ്മെ നടത്തുന്നതാണ്. ഈ ദൈവാത്മാവ് നമ്മെ നടത്തുന്നു എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് ഞാൻ കയറുക, പുത്രത്വം വിടുക. ഈ ദൈവാത്മാവ് നടത്തുക എന്ന് പറയുമ്പോൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ചർച്ചിനകത്ത് വന്നിരുന്നിട്ട് 2 മുറി അന്യഭാഷ പറയുക എന്നുള്ളതല്ല. ഞാനൊരു നോർമൽ കാര്യം പറയും. നമ്മൾ ഈ സ്പീഡ് പാട്ടൊക്കെ പാടി തുടങ്ങുമ്പോൾ സാധാരണ ഋതത്തിന്റെ സ്പീഡ് ഒരു 115, 116, 117 ഒക്കെ ആയിരിക്കും. അതങ്ങോട്ട് സ്പീഡ് കൂടി 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 130, 35, 40, 45, 50, 55, 60, 65 വരെയൊക്കെ പോകുമ്പോഴത്തേക്ക് കൈ ഒരു സ്പ്രിങ് പോലെ നിൽക്കും. സ്തോത്രം. ആ സമയത്ത് കടുക് പൊട്ടിക്കുന്നത് പോലെ പറയുന്ന 4 അന്യഭാഷയല്ല, ആത്മാവിനാൽ ഒരുവൻ നടത്തപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവ്. സ്തോത്രം. ഇതാർക്കും പറയാൻ പറ്റും. അപ്പം ഞായറാഴ്ചത്തെ ഒരു അന്യഭാഷാ ഭാഷണത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെ നടത്തപ്പെടുന്നവരെയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. അതാണ് സ്റ്റാൻഡേർഡ്, അതാണ് നിലവാരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ആത്മാവ് നമ്മൾ നടത്തുക എന്ന് പറയുമ്പോൾ ഒരു മൃഗത്തെ വലിച്ചിറക്കി കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകുക എന്നല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. നമ്മള് നിങ്ങൾ കുവൈറ്റിലൊക്കെ ആയിരുന്നുകൊണ്ട് ആടിനെ വളർത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ മലയാളികളായതുകൊണ്ട് കാണാതിരിക്കാൻ സാധ്യത കുറവാണ്. ഈ ആടിനൊരു പ്രത്യേകതയുണ്ട്, വെള്ളം കണ്ടാൽ നടക്കത്തില്ല, അല്ലെ? ആടിനെ വളർത്തുള്ളവർക്കറിയാം, അല്ലെ? വളർത്തുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാം. ഈ ആട് വെള്ളം കണ്ടാൽ മുൻകാലം മുന്നോട്ട് ചവിട്ടി പുറമോട്ട് ആഞ്ഞൊരു നിപ്പ് നിന്ന് കഴിഞ്ഞാൽ ഇതിനെ വലിച്ചുകൊണ്ട് പോകുക അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെയാണ് സാധാരണ അമ്മച്ചിമാരും അപ്പച്ചമാരും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വലിച്ചിറക്കിക്കൊണ്ടങ്ങ്, ഇതുപോലെ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയൊന്നുമല്ല. ശരിക്കും ആത്മാവ് നമ്മെ നടത്തുന്നു എന്ന് പറയുമ്പോൾ നാം അവിടുത്തെ ഗൈഡൻസിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അവിടുത്തെ ഗവേണിംഗ് അതോറിറ്റിക്ക് നമ്മൾ വിധേയപ്പെടുക എന്നുള്ളതാണ്. ഞാനത് 2 വിശദീകരിച്ചോളാം. ഇപ്പോ ആ നടത്തിപ്പൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഒരു പഠിതാവിന്, ഒരു അധ്യാപകൻ എന്നതുപോലെ, ഒരു സഞ്ചാരിക്കൊരു വഴികാട്ടി എന്നതുപോലെ, ഒരു പടയാളിക്ക് ഒരു ക്യാപ്റ്റൻ എന്നതുപോലെ ആത്മാവ് നമ്മളെ നടത്താൻ ആഗ്രഹിക്കുക. അതൊരു ദിവസമല്ല, നിരന്തരമായി. ആത്മാവിനെ വഴികാട്ടിന്ന് വിളിച്ച പാട്ടുകളൊക്കെ ഉണ്ട്. ആത്മാവാം വഴികാട്ടി എന്നെ സദാ നടത്തി, അല്ലേ? കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ, ക്ഷീണരെ സന്തോഷിപ്പിൻ തൻ ഇമ്പമൊഴി കേൾപ്പിൻ, സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആത്മാവ് ഒരു വഴികാട്ടിയാ, നമ്മൾ സഞ്ചാരികളാ. പാട്ടുകാരൻ പറയുന്നത്, സഞ്ചാരിയെ നീ കൂടെ വാ
ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി ചേർക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ സഞ്ചാരിക്ക് ഈ വഴികാട്ടിയുടെ സഹായമില്ലാതെ പോകാൻ പറ്റില്ല. സ്തോത്രം. അതുകൊണ്ടാണ് യോഹന്നാൻ 14:16 പറയുന്നത്, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കണ്ടോ, മറ്റൊരു കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കണം. അതാ ഞാൻ പറഞ്ഞത്, നിരന്തരമായി നമ്മെ സഹായിക്കുക. അതിനെ അല്പം കൂടെ ഞാനൊന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. നമ്മുടെ മൂക്കിൽ ജീവശ്വാസം ഉണ്ടല്ലോ. ശ്വാസമില്ലാതെ നമുക്കാരും ജീവിക്കാനും പറ്റത്തില്ല. ശ്വാസം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തീർന്നു, നമ്മൾ ശവമാണ്. ഞാൻ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്, അകത്തേക്ക് വലിക്കുന്ന ശ്വാസം പുറത്തേക്ക് വിടാൻ പറ്റാതെ 2 മിനിറ്റ് നിന്ന് പോയാൽ നമ്മൾ ശവമായി കഴിഞ്ഞു. ജീവവായുവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരുപക്ഷെ വെള്ളത്തെക്കാൾ ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ജീവവായു. ഡൽഹി ഹോസ്പിറ്റലിലേക്കൊക്കെ പോയാൽ, ഗുജറാത്തിലും UP-യിലും മധ്യപ്രദേശിലേക്കും പോയാൽ ഇപ്പൊ നമുക്കതറിയാം. സ്തോത്രം. എല്ലാറ്റിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് ജീവശ്വാസം. നമ്മള് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അതിന്റെ ഭീകരത കണ്ടുകൊണ്ടിരിക്കുക. ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുക, പറ്റുന്നില്ല. അപ്പം നമുക്ക് ഈ ശ്വസനവായു എത്തുമാത്രം ആവശ്യമാണോ, അതുപോലെ തന്നെ നമ്മുടെ ആത്മീക ജീവൻ നിലനിൽക്കാൻ പരിശുദ്ധാത്മ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവാത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറയുന്നത് നടക്കുകയല്ല, നടത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മള് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പാപം എന്ന പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ട്. അത് തെളിയിക്കാൻ വേണ്ടി പല വാക്യങ്ങളും ഞാൻ പറയാം. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നിങ്ങളുടെ പഴയ മനുഷ്യൻ. അപ്പം നമ്മളിൽ ഒരു പഴയ മനുഷ്യൻ കിടപ്പുണ്ട്. ഈ പഴയ മനുഷ്യനെ വിട്ടുകൊടുത്താൽ ഈ പഴയ മനുഷ്യൻ വഷളായി പോകും. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, അങ്ങനെ പലരും പോയിരുന്നേ. പൗലോസ് പറയുന്നു, ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഹുമനേയോസ് ഫിലെത്തോസും അക്കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് പലരുടെയും വിശ്വാസത്തെ മറിച്ചു കളയുന്നു. അപ്പൊ സാത്താന്റെ പിന്നാലെ പോയി. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും പാപം എന്ന പ്രശ്നം നമ്മളെ അലട്ടുന്നുണ്ട്. ഇല്ലെന്ന് പറയാൻ ആർക്കും പറ്റത്തില്ല, എല്ലാവർക്കും ഉണ്ട് ആ പ്രശ്നം. അവിടെ നമ്മളെ ജയാളികളാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പാണ്. ഈ നടത്തിപ്പില്ലെങ്കിൽ നമുക്കാർക്കും അവിടെ ജയാളികളാകാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയുടെ പൂർണ്ണതയിലേക്ക് കയറി വരുമ്പോൾ ഒട്ടനവധി കാര്യങ്ങളെ മനസ്സിലാക്കും, ഗ്രഹിക്കും. ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുക. ഞാൻ നടത്തപ്പെടുക എന്നുള്ള ആ ഒരു വാക്കിനെ ഞാൻ മൂലഭാഷയിൽ ശ്രദ്ധിച്ചപ്പോ അഗോ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അഗോ എന്ന് പറയുമ്പം പൂർണ്ണമായി യോജിക്കുക, ഒന്നായി തീരുക, കൂട്ടായ്മ ആചരിക്കുക എന്നൊക്കെയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാന് പരിശുദ്ധാത്മാവുമായിട്ട് ഞാനങ്ങ് പൂർണ്ണമായി യോജിക്കുക, ഞാൻ ഒന്നായി ചേരുക. അങ്ങനെ പൂർണ്ണമായി യോജിച്ച് പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായി ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് നടത്തപ്പെടുക എന്ന് പറയുന്നത്. എൻ്റെ ഒരു ഭാവന ഞാൻ പറയുകയാണ്. വാസ്തവത്തിൽ ഒരു വല്യപ്പച്ചൻ കയ്യില് കൊച്ചുമകൻ ഇങ്ങനെ പിടിച്ചു നടക്കുന്നത് പോലെ അവിടത്തേക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് നമ്മളെ കൊണ്ടുപോകുക.
ഇതാണ് നടത്തപ്പെടുക എന്ന് പറയുന്നത്. പഴയ പുതിയ നിയമ ഭക്തന്മാരൊക്കെ അങ്ങനെ നടത്തപ്പെട്ടവരാ. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കണം, എന്നെ അങ്ങനെ നടത്തണേ. ആത്മീയ ജീവിതത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കാലഘട്ടത്തിന്റെ സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം പരിശുദ്ധാത്മാവിനെ വിസ്മരിച്ചതാ. ഈ മലയാള പെന്തക്കോസ്ത് സമൂഹം പരിശുദ്ധാത്മാവിന് എന്തുമാത്രം പ്രാധാന്യത കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ആജുച്ചാന്റെ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. നിങ്ങളത് വായിക്കണം. ഒരു പക്ഷെങ്കില് ചിലർ കണ്ടിട്ട് പോലും കാണത്തില്ല. അവൈലബിൾ ആണ്, മേടിച്ച് വായിക്കണം. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ആ പുസ്തകം വെച്ച് ജർമ്മനിയിൽ റിസർച്ച് നടത്തിയിട്ടുണ്ട്. കേരള പെന്തക്കോസ്ത് ചരിത്രത്തെക്കുറിച്ച് ജർമ്മനിയിൽ റിസർച്ച് നടത്തി ഡോക്ടറേറ്റ് വാങ്ങിയ ആളുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ഇതായിരുന്നു. സ്തോത്രം. അദ്ദേഹം അവിടുന്ന് ഇവിടെ വന്ന് ഒരാളെ കൊണ്ട് ഈ പുസ്തകം മുഴുവൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുപോയി അത് വെച്ച് റിസർച്ച് ചെയ്തു. അപ്പം നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോഴാണ് പെന്തക്കോസ്തിന്റെ പ്രാരംഭ കാലഘട്ടത്തിൽ മലയാള പെന്തക്കോസ്ത് സമൂഹം പരിശുദ്ധാത്മാവിന് എന്തുമാത്രം പ്രാധാന്യത കൊടുത്തു എന്ന് നമ്മൾ അറിയുന്നേ. വായിക്കണം. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രിയരെ, നമുക്കെല്ലാം പ്രോഗ്രാംസ് ആയിരുന്നേ. ഭയങ്കര പ്രോഗ്രാംസ് നമ്മളെല്ലാം എഴുതി വെച്ചിരിക്കുക. സ്വതന്ത്രം ഭയങ്കര പ്രോഗ്രാംസ്. ഇതിനകത്ത് പ്രോഗ്രാമിനകത്തിട്ട് പരിശുദ്ധാത്മാവിനെ പൂട്ടിയപ്പം പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. നമ്മൾ കുറച്ച് പ്രാധാന്യത കുറച്ചു. ഇപ്പൊ ഒട്ടും പ്രാധാന്യത ഇല്ല. അന്യഭാഷ പറയുന്നത് ഒരാക്ഷേപം പോലെയാണ്, പരിഹാസം പോലെയാണ്. പരിഹസിക്കാൻ ധാരാളം ആളുകളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി ആത്മീക ജീവിതത്തിന്റെ ഒരു വിശദീകരണവും നടക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി ആത്മീക ജീവിതത്തിൽ ആർക്ക് സക്സസ് ആകാനും പറ്റില്ല. നമ്മെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ആത്മാവിനാൽ നടത്തപ്പെടുക എന്നുള്ളതിന്റെ ഒന്നാമത്തെ ചിന്തനീയമായ ഭാഗം അവിടുത്തെ ഗൈഡൻസിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. ഞാൻ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ആരംഭിച്ച ഗൈഡൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരാം. പഴയ നിയമത്തിൽ ഈ ഭക്തന്മാരൊക്കെ തുടർമാനമായി ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, ഞങ്ങളെ നടത്തണേ. വാക്യങ്ങൾ ഒത്തിരി പറയാം കേട്ടോ. സങ്കീർത്തനം 23:2 സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഞാൻ നടക്കുവല്ല, എന്നെ നടത്തുക. സങ്കീർത്തനം 23:3 തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഞാൻ നടക്കുവല്ല, എന്നെ നടത്തുക. സങ്കീർത്തനം 25:9 സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. നടക്കുകയല്ല, നടത്തുക. സങ്കീർത്തനം 43:3 നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണേ, അവ എന്നെ നടത്തുമാറാകട്ടെ. ഞാൻ നടക്കുകയല്ല, എന്നെ നടത്തുമാറാക്കുകയാണ്. അവരെല്ലാം ആ ഗൈഡൻസ് ദൈവത്തോട് ചോദിച്ച്. 48:14 അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഞാൻ നടക്കുകയല്ല, നടത്തുകയാണ്. സങ്കീർത്തനം 73:24 നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ആമേൻ. സദൃശവാക്യത്തിലേക്ക് യെശയ്യാവിലേക്കൊക്കെ വരുമ്പം ഈ ഒരു ഗൈഡൻസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവരത് നിരന്തരമായി ചോദിച്ചു, നടത്തണേ, നടത്തണേ, ഞങ്ങളെ നടത്തണേ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്. എവിടെ പോണേലും ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്. ഗൂഗിളിൽ അന്യഭാഷയുടെ അർത്ഥം തിരക്കുന്ന ഒരു തലമുറയാണ്. അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നതിനേക്കാൾ അധികം ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്. പിന്നെ നമുക്ക് ചോദിക്കാൻ കുറെ പ്രവാചകന്മാരുമുണ്ട്. സ്തോത്രം. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യേണ്ടത്. ഈ പരിശുദ്ധാത്മാവ് നടത്തണം എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ആവശ്യകത? നമ്മെ നടത്തേണ്ടതിന്റെ ആവശ്യകത എന്താ? പ്രധാനപ്പെട്ട ആവശ്യകത എന്ന് പറയുന്നത് നമ്മൾ എവിടെ പോകണമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, വഴി അറിയത്തില്ല. നമ്മൾ പോകേണ്ടത് നമുക്ക് അറിയത്തില്ല. സ്തോത്രം. നമ്മളങ്ങനെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ,
ഏതു ഗുണം എന്നറിവ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. ഏതിലെ പോണമെന്ന് എനിക്ക് അറിയത്തില്ല, ഏതാ ഗുണമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്നെ നടത്തണമെന്നാണെന്ന് നമ്മൾ പാടുന്നേ. എന്നെ നടത്തണം, എനിക്കറിയത്തില്ല ഏതാണ് ഗുണമെന്ന്. എന്നെ നടത്തണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതൊരു പക്ഷെ ഞാനും കൂടെ നടക്കുന്നത് പോലെ ആയിരിക്കില്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ജ്ഞാനത്തിന്റെ നടത്തിപ്പല്ല, വ്യത്യസ്തമാണ്. അതിന് തെളിവ് പറയാം. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി എന്ന് വായിക്കുന്നുണ്ട്. കർത്താവേ, ആസിയിൽ പോകാൻ പ്രസംഗം തയ്യാറാക്കി വെച്ചേക്കുക, ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തു, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നോ, പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പൊ ഞാനും കൊണ്ട് പ്രസംഗിക്കുന്നതിന് എന്നാ കുഴപ്പം? എന്തിനാ വിലക്കുന്നേ? അത് പിടികിട്ടത്തില്ല. ശമരിയിൽ ഭയങ്കര റിവൈവൽ നടക്കുക. ശമരിയിൽ റിവൈവൽ നടക്കുമ്പോ ക്രൂസൈഡിന് പ്രസംഗിക്കാൻ ചെന്ന ഉപദേശിയോട് ദൈവാത്മാവ് പറയുകയാണ്, പ്രസംഗം നിർത്താൻ. യോഗം നിർത്തിയേര്. സ്തോത്രം. യോഗം നിർത്തിയേര്. ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അതന്നെ, ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് എന്തിനാ പോണ്ടേ? അതിന് പിന്നിൽ കാര്യമുണ്ട്. ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് തേരോടിച്ചു വരുന്ന ഒരുത്തനുണ്ട്. അവിടെ ബുദ്ധി കൊണ്ട് അളന്നാൽ ശരിയാവുകയില്ല. കർത്താവേ, ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിന്റെ നടുവിൽ നിന്ന് ഒരൊറ്റ മനുഷ്യന് വേണ്ടി നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറയുന്നത് യോഗ്യമോ? ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ഞാൻ പോണോ? അവിടെ ജ്ഞാനം കൊണ്ട് അളന്നാൽ പോകണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ബുദ്ധി കൊണ്ട് അളന്നാൽ പോകണ്ട എന്നാണ് അർത്ഥം. പക്ഷേ ഈ മനുഷ്യൻ ആത്മാവിന്റെ ഗൈഡൻസിന് വിധേയപ്പെട്ടപ്പോ ക്രൂസൈഡ് അവസാനിപ്പിച്ചിട്ട് ഗസയിലേക്ക് യാത്ര ചെയ്യുക. ഇനി അവിടെ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. അതിന് കണക്ഷനാണ്. Praise God. Thank you, Jesus. രാജേന്ദ്രർ ഒരു മ്യൂസിക്കിന്റെ ഒരു ചില വരികളൊന്നും ഇടുമോ? കണക്ഷൻ വരുന്നതോടൊപ്പം തന്നെ. അവിടെ നിന്നുള്ള കണക്ഷൻ അല്പം തടസ്സമാണ്. വേഗത്തിലേക്ക് ആക്കപ്പെടും.
ദൈവം അതിനായിട്ട് ഇടവരുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
യേശുനായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ആമേൻ. Praise the Lord. എനിക്ക് സംസാരിക്കാമോ പാസ്റ്ററെ? കേൾക്കാം. ഓക്കെ. എനിക്ക് എത്ര മിനിറ്റ് കൂടെ ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം. ഞാൻ അതനുസരിച്ച് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്, ബുദ്ധി കൊണ്ട് ദൈവാത്മാവിന്റെ നടത്തിപ്പുകളെ നമുക്ക് തിരിച്ചറിയാനായിട്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. കാരണം ശമരിയിൽ അസാധാരണമായ റിവൈവൽ നടക്കുമ്പോൾ, അസാധാരണമായ റിവൈവൽ നടക്കുന്ന ശമരിയിൽ നിന്ന് ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകാനാ പരിശുദ്ധാത്മാവ് ഗൈഡൻസ് കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് ബുദ്ധി കൊണ്ട് ഗൈഡൻസിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ബുദ്ധിയുള്ള നീ കൂട്ടത്തെ വിട്ടിട്ട് ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകും. ആ നിർജ്ജന പ്രദേശം എന്ന വാക്കിനകത്ത് തന്നെ അവിടുത്തെ ആ പ്രശ്നം കിടപ്പുണ്ട്. ആര് പോകും? പക്ഷെ ഡിവൈൻ ഗൈഡൻസ് പെർഫെക്റ്റ് ആയിരിക്കും. ഡിവൈൻ ഗൈഡൻസ് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ആ വാക്കിനെ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്തോത്രം. ശമരിയിലെ റിവൈവലിൽ ആയിരങ്ങൾ രക്ഷപ്പെടുമായിരിക്കും, പക്ഷേ ആ പട്ടണത്തിൽ മാത്രമേ ചലനം ഉണ്ടാകത്തുള്ളൂ. എന്നാൽ ഗസ്സയുടെ നിർജ്ജന പ്രദേശത്തേക്ക് നിയോഗങ്ങൾ അനുസരിച്ച് യാത്ര ചെയ്യുന്ന ഫിലിപ്പോസിന് ഒരു ഭൂഖണ്ഡത്തെ ചലിപ്പിക്കാൻ പറ്റും. ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്ത ഒന്നാണ് ദൈവിക നിയോഗം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് വഴി അറിയത്തില്ല, എവിടെ പോകണം, എന്ത് ചെയ്യണം, നമുക്ക് വഴി അറിയത്തില്ല. അവിടേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചേ പറ്റത്തുള്ളൂ. ഇതിന് സമാനമായ ഒരു വാക്യമാണ് യോഹന്നാൻ 14:5 തോമസ് യേശുവിനോട് ചോദിക്കുന്നത്, കർത്താവ് നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഞങ്ങൾക്ക് അറിയത്തില്ല, നീ എവിടെ പോകുന്നതെന്ന് വഴി എങ്ങനെ അറിയും? ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് വഴി അറിയത്തില്ല, എവിടെ പോകേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല, എന്ത് പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല. സ്തോത്രം. വഴി അറിയത്തില്ല. ആമേൻ. അപ്പം നമുക്ക് വഴി അറിയാൻ മേലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിന്റെ അടുത്ത രണ്ടാമത്തെ ഭാഗമാണ് പരിശുദ്ധാത്മാവിന്റെ ഗവേണിംഗ് അതോറിറ്റിക്ക് വിധേയപ്പെടുക എന്ന് പറയുന്നത്. അവിടുത്തെ ഗവേണിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ മുമ്പേ ഒന്ന് പരാമർശിച്ചു. അപ്പോസ്തലപ്രവൃത്തി 16:6 നമ്മൾ വായിക്കുന്നുണ്ട്, ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അതന്നെ പരിശുദ്ധാത്മാവ് എന്തിനാ വിലക്കുന്നത്? എനിക്കവിടെ മനസ്സിലായ ഒരു വെളിപ്പാട് ഞാൻ പറയാം. പരിശുദ്ധാത്മാവ് വിലക്കുന്നത്, സ്തോത്രം, പൗലോസേ ആസിയിൽ പ്രസംഗിക്കാനുള്ള ആവേശം നിങ്ങൾക്കുണ്ട്, പക്ഷേ അതിനുള്ള സമയം വന്നിട്ടില്ല. കാരണം ആസിയ ഇളക്കുന്ന ഒരു ശുശ്രൂഷയാണ് ദൈവത്തിന്റെ മനസ്സിലുള്ളത്. ആ ആസിയ ഇളക്കണമെങ്കിൽ, ആസിയ അടക്കി വെച്ചിരിക്കുന്ന അർത്തമീസിന്റെ അടിത്തറകളെ തകർക്കണമെങ്കിൽ, സ്തോത്രം, അർത്തമീസിന്റെ അടിത്തറകളെ ഇളക്കണമെങ്കിൽ ദൈവഹൃദയത്തിനകത്ത് ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയാം, കാനാവിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കാൻ പോലും കർത്താവിനൊരു സമയം ഉണ്ടായിരുന്നു. ഒരു വിവാഹം നടക്കുന്ന ഇടത്ത്, പന്തി നടക്കുന്ന ഇടത്ത്, സ്തോത്രം, നമുക്കറിയാം എത്ര ഗ്യാപ്പ് കിട്ടും. വീഞ്ഞു തീർന്നു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവിടെ യേശു പറയുന്നത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല, എന്റെ നാഴിക വന്നിട്ടില്ല. അപ്പൊ എനിക്കൊരു നാഴികയുണ്ട്.
വീഞ്ഞുണ്ടാക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ആ വീഞ്ഞ് അത് വർദ്ധിച്ചാൽ ആരുടെയെങ്കിലും ആത്മീയ ജീവിതത്തിന് വർധനമുണ്ടോ? ഉണ്ടാകുകയില്ല. അത് ആ കുടുംബത്തിന്റെ മാത്രം രക്ഷയാണ്, ആ കുടുംബത്തിന്റെ മാത്രം സമാധാനമാണ്, സ്തോത്രം, ആ കുടുംബത്തിന്റെ മാത്രം സന്തോഷമാണ്. പക്ഷെ അതിനും ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആസിയ പട്ടത്തെ അടക്കി ഭരിക്കുന്ന അർത്തമീസിനെ തകർക്കാനും ദൈവത്തിന് ഒരു സമയമുണ്ട്. സ്തോത്രം. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്, അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. അപ്പം അമോര്യരുടെ ഒരു അതിക്രമത്തിന്റെ കാലമുണ്ട്, അത് തികയുന്ന ഒരു കാലമുണ്ട്. അതുപോലെ അർത്തമീസിനെ വെട്ടാനുള്ള നേരം വന്നിട്ടില്ല. എന്റെ ചിന്ത ഞാൻ പറയാം, അർത്തമീസിനെ തകർക്കാൻ ദൈവത്തിന്റെ പുസ്തകത്തിനകത്ത് ദൈവം എഴുതി വെച്ചിരിക്കുന്ന ചില സമയമുണ്ട്, അതിനുള്ള നേരം വന്നിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെർഫെക്റ്റ് ടൈമിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വിലക്കിയത്. ആ പെർഫെക്റ്റ് ടൈമിൽ അവരെ ഒന്ന് എത്തിക്കാൻ വേണ്ടിയാണ് വിലക്കിയത്. സ്തോത്രം. ഇനിയും 16:7 വരുമ്പോൾ മുസിയിലെത്തി ബിഥൂന്യക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ല എന്ന് വായിക്കുന്നുണ്ട്. കണ്ടോ, സമ്മതിച്ചില്ല. ഞാൻ ആ ഭാഗത്ത് നിർത്തി നിങ്ങളോടൊരു ദൂത് പറയാം. നമ്മുടെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളിലും ഇതുപോലെ നമ്മോട് ഇടപെടുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. നമ്മോട് ഇടപെടുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പല സന്ദർഭങ്ങളിലും നമ്മൾ അതിനായിട്ട് വിധേയപ്പെടുന്നില്ല എന്നുള്ളത്. നമ്മൾ ഇവിടെ പോകണം, നമ്മൾ എന്തു പറയണം, നമ്മൾ പറയരുത്, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് ശിഷ്യന്മാരെ കർത്താവിന്റെ വാക്കിനെയാണ് അപ്ലൈ ചെയ്തത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പറയേണ്ടത് എന്തെന്ന് ചിന്തിക്കേണ്ട, ആ നാഴികയിൽ നിങ്ങളുടെ നാവിന്മേൽ തരും. അപ്പൊ അങ്ങനെ നാവിന്മേൽ തന്ന് നമ്മെ നിറയ്ക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. സ്തോത്രം. നമ്മെ അങ്ങനെ വ്യത്യസ്തരാക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ശരിക്കും ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇതാ ശരിക്കും ഗൈഡൻസ്. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെ മാറ്റാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഇതാണ് ഗൈഡൻസ്, ഇതാണ് ഡിവൈൻ ഗൈഡൻസ്. ഹല്ലേലൂയ. അപ്പം ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ടോട്ടലി ദൈവാത്മാവിന്റെ ഗൈഡൻസിന് വിധേയപ്പെടുക, ദൈവാത്മാവിന്റെ ഗവേണിംഗ് അതോറിറ്റിക്ക് വിധേയപ്പെടുക. ഈ ബൈബിൾ സ്റ്റഡിയുടെ 1-ാമത്തെ ദിവസം ഏതാണ്ട് അവസാനിക്കാൻ പോകുന്ന ഈ സന്ദർഭത്തില് ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് ആത്മാവിൽ പറയാം, ഇങ്ങനെ ഒരു വലിയ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പോകണം. കർത്താവേ, അങ്ങനെ ഗൈഡ് ചെയ്യണം, അങ്ങനെ നയിക്കണം, അങ്ങനെ എന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം. ഞാൻ അത് പറയുമ്പോൾ ഒരു വാക്കൂടെ പറയാം. നമ്മൾ ഈ രക്ഷിക്കപ്പെടുമ്പോൾ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞല്ലേ രക്ഷിക്കപ്പെടുന്നത്? ലോഡ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? റോമലേഖനത്തിൽ അങ്ങനെയല്ലേ വായിക്കുന്നത്? യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ യേശുവിനെ ലോഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ലോഡ് എന്ന് പറയുമ്പോൾ കുരിയോസ്, കുരിയാക്കോൺ, അങ്ങനെയല്ലേ പറയുന്നത്? കുരിയോസ്, കുരിയാക്കോൺ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്നാ? ലോഡ്, യജമാനൻ, രാജാവ്, ഉടമസ്ഥൻ എന്നൊക്കെയാ. അപ്പൊ യേശു നമ്മുടെ യജമാനനായി, നമ്മുടെ ഉടമസ്ഥനായി, നമ്മുടെ കാര്യസ്ഥനായി മാറുന്നതാണ്, നമ്മുടെ രാജാവായി മാറുന്നതാണ് ലോഡ് എന്ന് പറയുന്നത്. യേശു എന്റെ കർത്താവാണെന്ന് പറയുമ്പോൾ യേശുവിന്റെ രാജാവാണ്, യേശുവിനെ ഭരിക്കുന്നവനാണ്, യേശുവിന്റെ ഉടമസ്ഥനാണ്, യേശുവിന്റെ യജമാനാണ്. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ യേശു ലോഡാണെന്ന് പറയുന്ന അവിടുത്തെ നടത്തിപ്പിന് വിധേയപ്പെടണം, അവിടുത്തെ ഇഷ്ടത്തിന് വിധേയപ്പെടണം. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. കർത്താവിന്റെ ഇഷ്ടത്തെ ഗ്രഹിക്കുക, അത് ഒരു വലിയ കാര്യമാണ്.
കർത്താവിന്റെ ഇഷ്ടത്തെ ഗ്രഹിക്കുക, അതൊരു വലിയ സംഭവമാണ്. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവർ, ഒന്നാം ദിവസം നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഏറ്റവും അധികം പറയേണ്ട കാര്യം ഇതാ: കർത്താവേ, അവിടുത്തെ ഗൈഡൻസിന് വിധേയപ്പെടാനുള്ള കൃപ എനിക്ക് തരണേ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നത്. വെള്ളയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ വെള്ളയല്ല എന്നെ ദൈവത്തിന്റെ മകനാക്കുന്നത്. ഈ വെള്ളയല്ല എന്നെ ദൈവത്തിന്റെ പുത്രനാക്കുന്നത്. എന്നെ ദൈവത്തിന്റെ പുത്രനാക്കുന്നത് ദൈവാത്മാവിന് ഞാൻ വിധേയപ്പെടുന്ന ആ വിധേയപ്പെടലാണ്. സ്തോത്രം. അങ്ങനെ വിധേയപ്പെടാത്തിടത്തോളം കാലം എനിക്ക് ദൈവത്തിന്റെ മകനായിരിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എന്റെ ചിന്ത. അപ്പൊ ആ വിധത്തിൽ ദൈവാത്മാവിന്റെ നടത്തിപ്പ് ഗൈഡൻസിന് വിധേയപ്പെടുക. സ്തോത്രം. അവസാനത്തെ ചില മിനിറ്റുകൾ, ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം. ഇതൊരു വലിയ ചേഞ്ചിന്റെ കാറ്റടിക്കുന്ന ദിവസങ്ങളായി മാറണം. ഒരു വലിയ മാറ്റത്തിന്റെ കാറ്റ്. യെസ് ലോർഡ് എന്ന് പറയുന്ന ദൈവിക നിയോഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന, അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ മാറണം. ഇതൊരു തുടക്കമായിരിക്കണം. ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ഈ കൊറോണ കാലം ഒട്ടനവധി ആളുകളുടെ ആത്മീക ജീവിതത്തെ സാരമായി മാറ്റിമറിച്ച ഒരു കാലമാണ്. ഒരുപാട് ആളുകൾ പിന്മാറ്റത്തിലേക്ക് പോയി. പിന്മാറ്റം എന്ന് പറയുന്നത് അവരങ്ങ് വിട്ടുപോയിട്ടൊന്നുമില്ല, പക്ഷെ മനസ്സുകൊണ്ട് പിന്മാറിപ്പോയി. താല്പര്യമില്ല, ആരാധനയിലൊന്നും താല്പര്യമില്ല, കൂട്ടായ്മകളിലൊന്നും താല്പര്യമൊന്നുമില്ല. അവരെ മനസ്സുകൊണ്ട് പിന്മാറിപ്പോയി. സ്തോത്രം. അങ്ങനെയായി ഒരു കൂട്ടര്. തിരിച്ചു വരാൻ അവസരം ഉണ്ടായിട്ടും വരികയില്ല. ബാക്കി എല്ലായിടത്തും പോകും. ഹോട്ടലിൽ പോകും, ഷോപ്പിൽ പോകും, മാളിൽ പോകും, എല്ലായിടത്തും പോകും. ചർച്ച വരത്തില്ല. കല്യാണത്തിന് പോകും, അടക്കത്തിന് പോകും, എല്ലായിടത്തും പോകും. ചർച്ച വരത്തില്ല. തിരക്കുള്ള മെട്രോയിൽ കയറും, ബസ്സിൽ കയറും, ട്രെയിനിൽ യാത്ര ചെയ്യും, ചർച്ച വരത്തില്ല. സ്തോത്രം. ഈ പ്രവാസാനന്തര കാലഘട്ടത്തിൽ ഇസ്രായേലിന് സംഭവിച്ച ഏതാണ്ട് ഒരു പ്രശ്നമാണ് ഇന്നിന്റെ ചർച്ചിന് സംഭവിച്ചേക്കുന്നത്. 70 വർഷം പ്രവാസത്തിൽ കടന്ന ഇസ്രായേല് പ്രവാസത്തിലായിരുന്ന സമയത്ത് ആലയത്തിലൊന്നും പോയില്ല. 70 വർഷം കൊണ്ട് അവർ ആലയത്തിൽ പോകാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടവരായി. പ്രാർത്ഥിച്ചാൽ മതി. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുക, തിയോളജികളൊക്കെ അങ്ങനെ ആയി കാണും. ആലയത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അങ്ങനത്തെ പോകേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തിയോളജി അങ്ങനെ മാറ്റി കാണും. അവര് തിരിച്ച് പ്രവാസത്തിൽ നിന്ന് യെരുശലേമിൽ വന്നിട്ടും ആലയം ആരാധനയ്ക്ക് സജ്ജമായിട്ടും ഈ ജനം ആലയത്തിൽ കയറുന്നില്ല. അവിടെയാ ചെറിയ പ്രവാചകന്മാരിറങ്ങി വലിയ പരിശ്രമങ്ങൾ നടത്തിയത്. ഒടുവിൽ അവരെ ആലയത്തിനകത്ത് തിരിച്ചു കയറ്റി. 70 വർഷം കൊണ്ട് ഇസ്രയേലിൽ സംഭവിച്ച പരാജയമാണ് കഴിഞ്ഞ 1 വർഷം കൊണ്ട് നമ്മുടെ ഇടയിൽ സംഭവിച്ചേക്കുന്നതെന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്തുമാത്രം പുറകിൽ പോയി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇന്ന് നമ്മൾ വാസ്തവത്തിൽ അവിടുത്തെ ഗൈഡൻസിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. അവിടുത്തെ നടത്തിപ്പിന് വിധേയപ്പെടുക. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാണ്. ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ തരങ്ങളും തുറന്നു. ബാക്കി റോമലേഖനത്തിൽ നിന്ന് ഒട്ടനവധി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്കിത് പറയാനായിട്ട് പറ്റും. എല്ലാവരും കണ്ണുകൾ അടച്ച് അതരങ്ങൾ തുറന്ന് ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെങ്കിലും ഹൃദയത്തെ അന്തർഭാഗത്തുനിന്നൊരു വലിയ പ്രാർത്ഥന പുറത്തു വരട്ടെ. ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്നൊരു വലിയ ദൈവിക നിയോഗം പുറത്തേക്ക് വരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആത്മശക്തി കൊണ്ട് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം കൊണ്ട് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവശക്തി കൊണ്ട് നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഓ ഹല്ലേലൂയ, ബ്ലെസ്ഡ് ബി ദ നെയിം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഓ രാധാമാന ശാന്തരാധനാജന. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഒന്ന്, നമ്മൾ അവിടുത്തെ മക്കളാണ്, ദൈവത്തിന്റെ പുത്രന്മാരാണ്, ദൈവത്തിന്റെ പുത്രിമാരാണ്. ആ പുത്രിമാരുടെ സ്തോത്രം, ആ പുത്രന്മാരുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ദൈവാത്മാവിന്റെ ഗൈഡൻസ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളുടെ ചർച്ച പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു ദൂതുണ്ട്. നമ്മൾ പ്രാപിക്കുന്നതല്ല വിഷയം, പ്രാപിക്കുന്നത് നിലനിർത്തുന്നതാണ് വിഷയം. നമ്മൾ പുത്രത്വത്തിലേക്ക് വന്നതല്ല വിഷയം, പുത്രത്തിൽ തുടരുന്നതാണ് വിഷയം. ആമേൻ.
പ്രാർത്ഥിച്ച് കർത്താവ് എന്നെ ഗൈഡ് ചെയ്യണേ. കുഞ്ഞുങ്ങള്, ചെറുപ്പക്കാര് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, സഹോദരങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണേ. അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളെ ഗൈഡ് ചെയ്യണം. എത്രത്തോളം ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറ്റും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവ് അവിടുത്തെ ഗവേണിംഗ് അതോറിറ്റിയിൽ കർത്താവെ മറഞ്ഞിരിക്കാനുള്ള അഭിഷേകം എനിക്ക് തരണേ. ഓ ജീസസ്, ജീസസ്. നാളിതുവരെ നമ്മൾ നടന്നത് നമ്മുടെ ഇഷ്ടത്തിലാണ്, നമ്മൾ ചലിച്ചത് നമ്മുടെ ഇഷ്ടത്തിലാണ്. അവിടെ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റം. ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ലേ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എത്ര പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും? ദൈവമേ അവിടുത്തെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ജീസസ്, അവിടുത്തെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് കൃപയിൽ, അഭിഷേകത്തിൽ, ആത്മനിറവിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവ ഇഷ്ടം നമ്മളിൽ പൂർണ്ണമാകട്ടെ, പൂർണ്ണമാകട്ടെ. നമ്മളിൽ മാത്രമല്ല, നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ ദൈവ ഇഷ്ടം പൂർണ്ണമാകട്ടെ. കർത്താവ് ഇപ്പോൾ അങ്ങത് ചെയ്യുന്നതിന് നന്ദി. ഈ ജനത്തെ ഉള്ള മുഴുവൻ തുറന്ന് ഇപ്പോൾ ഞാൻ അനുഗ്രഹിക്കുന്നു. വലിയ മാറ്റങ്ങൾ, വലിയ വ്യതിയാനങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ ജനത്തിനായി കൽപ്പിച്ചാട്ട്. അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തും. ദൈവപ്രവർത്തികൾക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അനന്തര ചിന്തകളുമായിട്ട് നമുക്ക് ഒരുമിച്ചായിരിക്കും. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ഒന്നാം ദിവസം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകി തന്ന കർത്താവദാസന് നന്ദി അറിയിക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ദൈവമക്കൾ. വളരെ ആഴമേറിയ ചിന്തകൾ നമുക്ക് ഒന്നാം ദിവസം തന്നെ ലഭിച്ചു. നാളെയും കൃത്യം 7 മണിക്ക് 7 PM നമ്മൾ ആരാധന ആരംഭിച്ച് കൃത്യസമയത്ത് തന്നെ ക്ലാസ്സുകളിലേക്ക് നയിക്കപ്പെടും. എല്ലാ ദൈവമക്കളും നാളെയും കൃത്യസമയത്ത് തന്നെ കടന്നു വരാൻ ഓർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളെ പാട്ടിന്റെ 1-2 വരികൾ പാടി പാസ്റ്റർ സാംകുട്ടി പാസ്റ്റർ അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കും. നമുക്ക് നാളെയും 7 മണിക്ക് തന്നെ കടന്നു വരുവാൻ എല്ലാവരും ദൈവം ഒരുക്കട്ടെ.
തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുവൈറ്റ് വെച്ചിട്ട് ശുശ്രൂഷനായിരിക്കുന്ന സാങ്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആശീർവാദത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാന്യത്തിനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നല്ല ഈ വൈകിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് വളരെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ബൈബിൾ ക്ലാസിന്റെ ഈ പ്രാരംഭ ദിനം വളരെ അനുഗ്രഹമായ നിലയിൽ ഈ ക്ലാസ് നടക്കുവാൻ സർവകൃപാലുവായ ദൈവമേ അങ്ങ് ഇടിയാക്കിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. സഭയായി കർത്താവെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി ദിനങ്ങളിൽ ഒരുങ്ങുകയും ചെയ്യുവാൻ പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഒരുക്കിയല്ലോ. ദൈവമേ, ഈ ബൈബിൾ ക്ലാസ് പ്രസൈഡ് ചെയ്യുവാൻ പ്രിയ ജെയിംസ് പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കണം. സഭാമക്കളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കണം. ഈ വൈകിയ വേള കർത്താവിന്റെ വചനം അതേ ക്ലാസ് ആയിട്ട് ദൈവം ജനത്തിന്റെ മധ്യേ വിഭജിപ്പാന് കർത്താവെ പ്രിയ റെജി പാസ്റ്ററെ ദൈവം ബലപ്പെടുത്തുന്നത് സ്തോത്രം. ഇന്ന് നടന്ന മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകത അതേ ഞങ്ങൾക്ക് അതേ വെളിപ്പെടുത്തി തരുവാൻ തക്കോണം അങ്ങയുടെ ദാസനെ ദൈവം ഒരുക്കതിനായി നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധ കർത്താവെ, പിന്നെയും അങ്ങയുടെ ഹിതം പോലെ അങ്ങയുടെ ഗൈഡൻസ് തന്ന് അങ്ങയുടെ ആത്മാവിന്റെ ആ ഗൈഡൻസ് തന്ന് ഓരോ ദിനവും സഭയായി ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും നയിക്കേണ്ടതിന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. കർത്താവെ, പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുകയും ഞങ്ങളെ നിത്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്ന കാര്യസ്ഥനായി ഞങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങള് അതേ പ്രാപിച്ചിരിക്കുന്ന ആ തൃത്വം ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിന് വിധേയപ്പെട്ടുള്ള ആ നടത്തിപ്പ് ഓരോ ദിനവും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുക്കുകയും ദത്തെടുക്കുകയും മുൻനിയമിക്കുകയും ഒക്കെ ചെയ്യുകയും അങ്ങയുടെ പുത്രന്റെ വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് സാധ്യമാക്കി തരികയും ചെയ്തു. അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ മുദ്രയിട്ടു. നിത്യത്തിൽ ഞങ്ങളെ ആത്മാവ് നയിക്കുവാൻ പിന്നെയും സഭയായി വ്യക്തികളായി കുടുംബങ്ങളായി സമർപ്പിക്കുന്ന കർത്താവേ, തുടർന്ന് നാളെ മുതലുള്ള എല്ലാ മീറ്റിങ്ങുകൾ എല്ലാ ക്ലാസ്സിനെയും ദൈവം ആശീർവദിക്കണമേ. അങ്ങയുടെ കൃത്യ വിശേഷ വിധിയായി ദൈവാത്മാവില് ഈ ക്ലാസ്സുകളെ നയിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിനായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവേ, സഭയെ മൊത്തമായി സമർപ്പിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം. പ്രതികാല് ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നാഥനെ പ്രത്യേകമായ കരുതൽ, സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ഞങ്ങൾ പിന്നെയും കർത്താവെ ലോകത്തു നിന്നും മുഴുവനായി ഈ വൈറസിനെ ദൈവമേ അങ്ങ് നീക്കേണ്ടതിന്, ഈ കുവൈറ്റിൽ നീക്കേണ്ടതിന്, ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യയിൽ ഞങ്ങളുടെ സംസ്ഥാനം കേരളത്തിലൊക്കെ നീക്കി വലിയ ദൈവ വിടുതൽ കൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകാല് അനേക ആയിരങ്ങൾ കർത്താവ് നിലവിളിയോടെ മുറവിളിയോടെ ഈ പ്രത്യേകമായ സാഹചര്യത്തിലായിരിക്കുമ്പോൾ ആർക്കും വൈദ്യശാസ്ത്രത്തിനോ വാക്സിനോ ഒന്നും ആർക്കും വിടുതൽ കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ തമ്പുരാന്റെ കരം വ്യാപരിക്കേണ്ടതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്സിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇത് ഉത്തരപരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യവും സാമീപ്യ കൂട്ടായ്മയും സഹവാസവും നമ്മുടെ എല്ലാവരോടും പ്രത്യേക തുറന്നുള്ള ദിവസങ്ങൾ നടക്കുന്ന ക്ലാസ്സിനോടും ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളോടും എല്ലാവരുടെ ജീവിതത്തിന്റെ സകല ആവശ്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു അന്തരം ജയതോന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.